വെളിപ്പെടുത്തുന്ന പുസ്തകത്തിൽ 20ാം അധ്യായത്തിൽ വാക്സിൻ എടുത്തവരെ അല്ല ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരാതവനെ അഗ്നിക്കടലിൽ തള്ളുവാர்கள். പ്രസംഗം കേട്ടപ്പോൾ ആയിരക്കണക്കിന് അമേരിക്കൻ ആൾക്കാർ വിളിച്ചു. ഞാൻ അമേരിക്ക പോയിട്ടില്ല. ஆமென். அந்த பிரசங்கத்தை கேட்டபோது நான் போனதில்லை, ஆனா அமெரிக்காவில் இருந்து நிறைய பேர் கூப்பிட்டார்கள். അപ്പോഴാ അവര് പറഞ്ഞ പാസ്റ്റർ നിങ്ങൾ പറഞ്ഞതാ ക്ലിയർ, ബാക്കി എല്ലാം ഞങ്ങളെ തെറ്റിച്ചെന്ന്. அப்பொழுதுதான் அவங்க சொன்னாங்க, பாஸ்டர் நீங்க தான் தெளிவாய் சொல்லி இருக்கிறீங்க என்று சொல்லி. അങ്ങനെയെങ്കിൽ அப்படியானால் കൈമേലും നെറ്റിമേലും മുദ്ര, കരങ്ങളിലാவது നെറ്റിയിലാவது മുദ്രൈ. കൈമേലും നെറ്റിമേലും കരങ്ങളിലോ നെറ്റിയിലെയോ. വായിച്ചാട്ട് മക്കളെ മുദ്രയുടെ പേരോ വായിച്ചാട്ടെ. അതിൻ നാമത്തിൻ ലക്കത്തെയാவது தரித்துக் கொள்கிறவன் தவிர வேறொருவனும் கொல்லவும் விற்கவும் கூடாதபடிக்கு செய்தது. മൃഗത്തിന്റെ മുദ്ര വെളിപ്പാട് 13, 16, 17, 18 അതിന്റെ അവസാന വാക്യം. കൈമേലും നെറ്റിമേലും മൃഗത്തിൻ മുദ്ര. വായിച്ചാട്ടെ അവിടെ തൊട്ട്. இவர்கள் யாவரும் தங்கள் தங்கள் வலது கைகளிலாவது நெற்றிகளிலாவது ஒரு முத்திரையை பெறும்படிக்கும் அந்த மிருகத்தின் முத்திரையாவது அதன் நாமத்தையாவது அதன் நாமத்தின் இலக்கத்தையாவது தரித்துக் கொள்கிறவன் தவிர வேறொருவனும் கொல்லவும் விற்கவும் கூடாதபடிக்கு செய்தது. ബൈബിൾ കറക്റ്റ് ആണ്. വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. അടുത്തത് ഇതിലെ ஞானம் விளங்கும். ഇവിടെ ஞானம் കൊണ്ട് ആരംഭം. அந்த மிருகத்தின் இலக்கத்தை, മൃഗത്തിൻ ലക്കം, മൃഗത്തിന്റെ സംഖ്യ புத்தியுடையவன் கணக்கு பார்க்க கடவன். ആ സംഖ്യ அது மனுஷனுடைய லக்கமாய் இருக்கிறது. அதனுடைய லக்கம் 666. ക്ലിയർ ആയോ? ദാ കിടക്കുന്നു 666 666. ആമേൻ. 666 എന്ന് சொல்லக்கூடிய മുദ്ര. നിങ്ങൾ ഇനി സയൻസ് ആയി കേൾക്കണം, വിജ്ഞാനത്തോടെ. ഇനി ഒരു അറിവിയൽ കണ്ണോട്ടത്തോടെ നിങ്ങൾ ഗവനിക്ക വേണം. ചെന്നൈയിൽ ഒരു മൊബൈൽ വീട്ടിലേക്ക് ലാൻഡ് ലൈൻ വിളിച്ചാൽ ലാൻഡ് ലൈൻ നമ്പറിൽ കിട്ടത്തില്ല. ചെന്നൈയിലെ മൊബൈൽ അല്ല, ലാൻഡ് ലൈൻ ലാൻഡ്ലൈനിൽ കൂപ്പിട്ടാൽ கிடைக்கிறதில்ல. അവിടെ എന്തോ കോഡ് അടിക്കണം. அப்ப அந்த ലാൻഡ്ലൈൻ கிடைக்க வேண்டும் என்றால் அதற்கு என்ன கோட் அடிக்க வேண்டும்? ചെന്നൈക്കാർക്ക് പോലും അറിയത്തില്ല. 044 അടിച്ചെങ്കിൽ ലാൻഡ് ലൈൻ അടിച്ചെങ്കിലേ ചെന്നൈയിൽ ലാൻഡ് ലൈൻ കിട്ടത്തുള്ളൂ. മിണ്ടുന്നില്ല. ஆமென். ലാൻഡ്ലൈനിൽ கிடைக்க வேண்டும் என்று சொன்னால் 044 முன்னால போட்டால் தான் அங்க கிடைக்கும். ഡൽഹിയിൽ 011. ஆமென். டெல்லியில கிடைக்க வேண்டும் என்று சொன்னால் 011. 022. பாம்பேல 022 போட வேண்டும். കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, കർത്താവിന്റെ വരികയിലെ കൈവിടപ്പെട്ടാൽ നിങ്ങളുടെ മൊബൈലിനകത്ത് 3 നമ്പർ ആദ്യം. உங்களுடைய போன்ல 3 நம்பர் முதலாவது. നിങ്ങളുടെ ATM കാർഡിൽ സാത്താന്റെ നമ്പർ 3. ஆமென். உங்களுடைய ATM கார்டுல சாத்தானுடைய நம்பர் 666. ஆமென். எல்லாவற்றிலும் 666. ഇത് ഏറ്റുകൊള്ളാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കുക. இதை ஏற்றுக்கொள்ளாதவன் வாங்கவோ விற்கவோ முடியாதபடி இருக்கும். அதற்கு ஆதாரமாய் കോവിഡ് കാലത്ത്, இந்த கோவிட் நாட்களில் 2-3 ആപ്പ് വന്നില്ലേ മൊബൈലിൽ? 2-3 മൊബൈൽ ആപ്പ് വന്നതാണേ. പൈസ വേണോ ചേട്ടാ? അവൻ പണം വേണ്ടുമാ? അവറാച്ചായൻ, കറിയാച്ചായൻ, തോമാച്ചായൻ, നാടൻ ഭാഷ 3 അച്ചായന്മാർ, 3 അണ്ണന്മാർ, 3 അണ്ണന്മാർ. അവരുടെ പേര് ഗൂഗിൾ പേ. ഒരുവനുடைய പേര് ഗൂഗിൾ പേ, 2 ഫോൺ പേ, இன்னொருத்தனுடைய பேர் போன் பே, பேடிஎம், இன்னொருத்தன் பேடிஎம். 3 അങ്കിൾമാര് നിങ്ങളുടെ മൊബൈലിൽ വന്നില്ലേ? இந்த 3 பேர் உங்க போன்ல வந்தாங்களா? കാശ് വേണോ? பணம் வேணுமா? ഇതെല്ലാം അന്ത്യകാലമായി. இதெல்லாம் கடைசி காலமா இருக்கிறது. அது തീർന്നില്ല. அதோட முடியவில்லை. ചെന്നൈയിലെ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ. ஆமென். சென்னையில கோவிட் நாட்கள்ல லாக்டவுன். മാർക്കറ്റ് എല്ലാം അടച്ചു. മാർക്കറ്റ് എല്ലാം പൂട്ടിനത്. അതെ. അപ്പൊ ഞങ്ങളുടെ സുശീലൻ ചേട്ടന് ആര് ചപ്പാത്തി കൊണ്ടുവന്നു? ஆமென். யார் வீட்டுக்கு சுஷீலா அக்காவுக்கு சப்பாத்தி கொண்டு வருகிறது? ആരാ കൊണ്ടുവന്നത്? யார் கொண்டு கொடுக்கிறது? ഫ്ലിപ്കാർട്ട് கொண்டு കൊടുക്കും. അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. புரிந்து கொள்கிறவர்களுக்காய் கர்த்தரை துதிக்கிறேன். ലവ്ലി ചേച്ചിക്ക് ഫെയർ ആൻഡ് ലവ്ലി ആര് കൊണ്ടുവന്നു? வீட்ல அக்காவுக்கு ஃபேர் அண்ட் லவ்லி கொண்டு கொடுக்கிறது யாரு? அமேசான் கொண்டு கொடுக்கிறது. ഇത് രണ്ടും വന്നില്ലേ? இது ரெண்டும் வந்தது தானே. അന്ത്യകാലം, கடைசி காலம். അന്ത്യകാലത്ത് கடைசி காலத்தில் നമ്പർ വഴി എല്ലാം നടക്കും. ஆமென். இவ்விதமான லக்கங்கள் வழியா எல்லாம் நடக்கிறது. പൈസ കൊടുക്കണോ? பணம் கொடுக்க வேண்டுமா? എന്താ? என்ன கொடுக்க வேண்டும்? ATM കാർഡിന്റെ அவசானத்தை கடைசி நம்பர் எல்லாம் கொடுக்க வேண்டும். அந்த 3 நம்பரை നിങ്ങളുടെ ഗൂഗിൾ പേയിലോ, நீங்க உங்க கூகுள் பேலயோ ഫോൺ പേയിലോ അടിക്കുമ്പോൾ, ഫോൺ പേലയോ அந்த கார்டு டீடைல்ஸ் அடிக்கும்போது സുശീല ചേച്ചിക്ക് ചപ്പാത്തിയും, சுஷீலா அக்காவுக்கு சப்பாத்தியும், ലവ്ലി ചേച്ചിക്ക് ഫെയർ ആൻഡ് ലവ്ലിയും, லவ்லி அக்காவுக்கு ஃபேர் அண்ட் லவ்லியும் கிடைக்கும். വേണ്ടോണ ഫിംഗർ ടിപ്പ് ലോകം വിരൽ തുമ്പിൽ. ஆமென். உலகம் முழுவதும் இப்பொழுது கைக்குள்ள வந்து விட்டது. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, கர்த்தருடைய வருகையில கைவிடப்படுவீர்கள் என்றால் സംഭവിക്കാൻ പോകുന്നത് 3 അക്കം വരും. இனி சம்பவிக்க
சம்பவிக்க போகிறது 3 எண்கள் வரும். அதுதான் சாத்தானுடைய அக்கம் 666. இது சாத்தானுடைய நம்பர் 666. அந்திய காலம், கடைசி காலத்தில். അങ്ങനെയെങ്കിൽ அப்படியானால் അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ, ஆமென், அமெரிக்காவில ஒயிட் ஹவுஸ்ல வெள்ளை மாளிகையில போன பிளாக் மேன், ആ പുള്ളിക്കാരന്റെ പേരാ നമ്മുടെ ബരാക് ഒബാമ. ஆமென், அவனுடைய பராக் ஒபாமாவை குறித்து കൈമേലും നെറ്റിമേലും വെച്ചു മുദ്ര. கை மேலும் நெற்றியின் மேலும் முத்திரையை குறித்து சொல்லுகிறார். കൂടെ വേല പാക്കുന്നവർ ആസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ, உங்களோடு தெரிந்தவர்கள் யாராவது ஆஸ்திரேலியாவில் இருப்பார்கள் என்றால், ആസ്ട്രേലിയയിൽ മുഴുവൻ വന്നു കൈമേലും നെറ്റിമേലും മുദ്ര. ஆஸ்திரேலியாவில கையிலையும் நெற்றியிலையும் போடக்கூடிய முத்திரை வந்திருக்கிறது. சிங்கப்பூரில പണമേ വേണ്ട, பணம் தேவையில்லை, മുദ്രയുള്ള ഒരു കയ്യിൽ ഒരു കൊച്ചു പേഴ്സ് കാണിച്ചാൽ സാധനം മേടിക്കാം. ஆமென், அந்த முத்திரையை சேர்த்து வைத்திருக்க பர்ஸை காண்பிக்கும் போதே பண சாதனத்தை வாங்கலாம். രാത്രി സജു ചാത്തന്നൂർ എന്തുകൊണ്ട് ഇത് പറയുന്നു? இன்னைக்கு பாஸ்டர் சஜு சாத்தனூர் ஏன் இதை சொல்லுகிறார்? ഇപ്പോൾ RT-PCR, இப்பொழுது RT-PCR இருக்கிறது. കയ്യിലേക്ക് വരാൻ പോകുന്ന മൃഗത്തിന്റെ മുദ്ര. இனி கரங்களில் வரப்போகிறது இந்த மிருகத்தின் முத்திரை. ശ്രദ്ധയോടെ ഇരിക്കണം. கவனமாக இருக்க வேண்டும். ഒന്ന് സയൻസ്, முதலாவது ஒரு அறிவியல். മനുഷ്യന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ചൂട്, மனுஷனுடைய கரங்களில் அதிகம், கையில தான் அதிகமான வெப்பம், തലയിൽ അധികം ചൂട്, தலையில் அதிகமான வெப்பம். അങ്ങനെയെങ്കിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാ മനുഷ്യന്റെ കൈ അല്ലെങ്കിൽ തല. அப்போ அப்படியானால் இந்த சிப்பு சரியாக பொருந்தக்கூடிய இடம் தான் மனுஷனுடைய கை அல்லது நெற்றி. ഇന്ന് രാത്രി ഗൂഗിളിനോട് ചോദിക്കണം, கூகுள்ல கேட்டு பாருங்க, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ஹியூமன் டிராக்கிங் சப் லெவல் இம்ப்ளான்டேஷன். ഇതാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും മുദ്ര. அதனுடைய இடங்கள் கையும் நெற்றியும் தான் என்று சொல்லி வேதம் ஏற்கனவே சொல்லுகிறது. ഇത് ആര് കൊണ്ടുവരുന്നു? இதை யார் கொண்டு வருகிறது? ലോകത്തിലെ ഏറ്റവും നല്ല ധനികൻ മൈക്രോസോഫ്റ്റ്. அவன் உலகத்துல மிகப்பெரிய வசதி உள்ள மைக்ரோசாஃப்ட். അവന്റെ ഭാര്യ, അവന്റെ പേര് ബിൽ ഗേറ്റ്സ്. அவனுடைய பேர் தான் பில் கேட்ஸ். ബിൽ ഗേറ്റ്സിന്റെ ഭാര്യയുടെ പേര് മിലിൻഡ ഗേറ്റ്സ്. அவன் பில் கேட்ஸ் உடைய மனைவி மெலிண்டா கேட்ஸ். അവർ സാത്താനെ ആരാധിക്കുന്ന സ്ത്രീ. அவள் சாத்தானை ஆராதிக்கிற ஒரு ஸ்திரீ. അവരുടെ കുരിശ് തല കീഴായിട്ടിട്ട് മാലയിട്ടിരിക്കുന്ന സ്ത്രീ. அவள் சிலுவையை தலைகீழாக வைத்து மாலை போட்டிருக்கிற ஒரு சகோதரி. അവരുടെ അജണ്ട ഡീപോപ്പുലേഷൻ, ജനസംഖ്യ. அவர்களுடைய நோக்கம் தான் மக்கள் தொகையை குறைக்கிறது. കോവിഡ് വന്നപ്പോൾ ஸ்திரீ പറഞ്ഞ ഒരു വാക്ക് പാസ്റ്റർ, அந்த ஸ்திரீ சொன்ன ஒரு வார்த்தை, ബ്രിട്ടനിലെ 75 വയസ്സുള്ള എല്ലാരും ചാവട്ടെ എന്ന്. സ്വോത്രം. பிரிட்டன்ல 75 வயதுக்கு மேல் உள்ள எல்லாரும் சாகட்டும் என்று, ചെറുപ്പക്കാർക്ക് മാത്രം ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി എന്ന്, வாலிபர்களுக்கு மட்டும் ட்ரீட்மென்ட் கொடுத்தால் போதும் என்று. the satanic agenda, depopulation compatible to Microsoft with Bill Gates. ஆமென். சாத்தானுடைய திட்டம் தான் இந்த மக்கள் தொகையை குறைக்கிறது, கட்டுப்படுத்துகிறது என்று இதை பில் கேட்ஸ் முன்னெடுக்கிறான். അടുത്ത കാര്യം മനസ്സിലാക്കണം. அடுத்த காரியத்தை புரிந்து கொள்ளுங்க. യഹൂദൻ ചിപ്പ് വെക്കുമോ? യഹൂദന്റെ കയ്യിൽ എവിടെയാ വചനം? யூதனுடைய கையில எங்க வசனம்? പുറപ്പാട് പുസ്തകം, வெளிப்படுத்தின புஸ்தகம், പുറപ്പാട് പുസ്തകം, എക്സോഡസ്, യാത്രാഗമ പുസ്തകം 13-ാം അധ്യായം 13வது அதிகாரம். വലങ്കൈ നെറ്റി. ബൈബിൾ ഉള്ളവരെല്ലാം പഠിച്ചിട്ട് ഗിലെയാദിന്ന് ഇറങ്ങാവൂ. வேதம் உள்ளவங்க எல்லாம் இதை படித்து விட்டு தான் இதிலிருந்து வெளியே போக வேண்டும். പുറപ്പാട് പുസ്തകം 13:9 വായിച്ചാട്ട് മോളെ. പുറപ്പാട് யாத்ராகமம் 13வது அதிகாரம் அதனுடைய 9வது வசனத்தை வாசிங்க. അടുത്തത് கர்த்தரின் நியாயப்பிரமாணம், കർത്തരന്റെ ന്യായപ്രമാണം உன் வாயில் இருக்கும்படிக்கு இது உன் கையிலே ஒரு அடையாளமாகவும். ഇപ്പം പിടികിട്ടിയ കൈകളിൽ കർത്തരൻ ന്യായപ്രമാണം ചുറ്റിയിരിക്കണം. അടുത്തത് உன் கண்களின் நடுவே. കൺകളിന്റെ നടുവിൽ കാണുന്ന സ്ഥലമാണ് നെറ്റി പാസ്റ്റർ. கண்களின் நடுவே என்று சொல்லுகிறதா நெற்றி. അടുത്തത് நினைப்பூட்டுதலாகவும் இருக்க கடவது. ദൈവത്തിന്റെ ന്യായപ്രമാണം യഹൂദൻ എവിടെ വെച്ചിരിക്കുന്നത്? தேவனுடைய நியாயப்பிரமாணத்தை யூதன் எங்கே வைத்திருக்க வேண்டும்? തമിഴ്നാട്ടിൽ, நம்ம தேசத்தில் വേലയ്ക്ക് പോകുന്നവർ, வேலைக்கு போகிறவங்க തലയിൽ ഒരു തോർത്തൊക്കെ ചുറ്റിയിരിക്കും. പഴയ കാലത്ത്, ഇപ്പൊ ഞാൻ കാണുന്നില്ല. அவன் தலையில ஒரு டவலை சுத்தி இருப்பாங்க. അതുപോലെ அதே போல ഇസ്രായേലിൽ അരിസ്റ്റോക്രാറ്റിക് ആയ ട്രഡീഷണൽ 3 യഹൂദന്മാരുണ്ട്. പാരമ്പര്യமான 3 യൂത കൂട്ടങ്ങളുണ്ട്. ഒന്ന് ഹസദിക്, 2 ഹർദിക്, 3 നെട്ടൂരി കർത്ത. இன்னொன்று நெட்டூரி கர்த்தா. അവരാണ് ഇസ്രായേലിൽ കറുത്ത ഡ്രസ് ഇട്ട് മോശയുടെ കണക്ക് നടക്കുന്നത്. அவர்கள் தான் இஸ்ரவேல்ல கருத்த குப்பாயம் போட்டு மோசே போல நடக்கிறது. ഒരു കുഞ്ഞു തൊപ്പി തലയിൽ കമത്തിയിരിക്കുന്നത്. ஒரு சின்ன குல்லா போல தலையில வைத்திருப்பார்கள். പാരമ്പര്യ യൂദൻ. அவர்கள் தான் பாரம்பரிய யூதர்கள். കൈക്കകത്ത്, அவனுடைய கரங்களில் എഴുതിയിട്ടുണ്ട് യഹോവയുടെ വചനം. ஆமென். கர்த்தருடைய வசனம் என்று எழுதப்பட்டிருக்க வேண்டும். ഇത് മാത്രമല്ല, അവന്റെ തലയിൽ വചനം എഴുതിയിരിക്കുന്നു. அது மட்டுமல்ல, அவனுடைய நெற்றியில இது நினைப்பூட்டுதலாய் இருக்க வேண்டும். கவனமாய் கேளுங்க. ആന്റി ക്രൈസ്റ്റ് ഭരണത്തിൽ വന്നാൽ, അന്തിക്രിസ്തു ஆட்சிக்கு வந்தால், അവന്റെ കയ്യിലെ ആ വചനം അഴിച്ചു മാറ്റും.
மாற்றும். இவனுடைய கையில அந்த வசனத்தை மாற்ற சொல்லுவான். அவன் கையில் சிப்பு வைக்கும். கையில சிப்பு வைக்க சொல்லுவான். மீண்டும் நெற்றியில வசனத்தை அடிச்சு மாற்றும். நெற்றியில இருக்கக்கூடிய வசனத்தை மாற்ற சொல்லுவான். சிப்பு வைக்கும். அங்கே சிப்பு வைக்க சொல்லுவான். அதுதான் இயேசு പറഞ്ഞു. ஆகவே தான் இயேசு சொன்னது, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ஒருவரும் கிரியேட் செய்ய கூடாத ராக்காலம் வரும். അങ്ങനെയെങ്കിൽ യഹൂദൻ ഈ ചിപ്പ് വെക്കത്തില്ല. அப்படியானால் யூதன் இந்த சிப்பு வைக்கிறதில்ல. അന്ന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ, அன்றைக்கு அந்தி கிறிஸ்துவினுடைய ராணுவ வீரர்கள், ഐഎസിന്റെ പടയാളികൾ തലയിറക്കുന്നത് പോലെ, ஐஎஸ் தீவிரவாதிகள் தலையறுக்கிறது போல യഹൂദന്റെ തലയിറക്ക്, யூதனுடைய கழுத்தை அறுப்பார்கள். ആ തലയിറത്ത് താഴെ വീഴുന്ന രക്തസാക്ഷികളുടെ പേരാ. அப்படி அவர்கள் வெட்டப்பட்டு கீழே விழுகிற இரத்த சாட்சிகள். പീഡാകാല രക്തസാക്ഷികൾ. ஆமென். உபத்திரவ கால இரத்த சாட்சிகள். കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട് கரங்களை தட்டி கர்த்தரை மகிமைப்படுத்தலாம். അന്ത്യകാല സമീപമായി. கடைசி காலம் சமீபமாக കോവിഡിന്റെ இருக்கிறது. മറവിൽ ഒരു ചിപ്പായി. கோவிடுக்கு மறைவில ஒரு சிப் வருகிறது. നിങ്ങളുടെ കയ്യിൽ തെർമൽ സ്കാനറായി. உங்களுடைய கரங்களில் தெர்மல் ஸ்கேனர்லாம் യഹൂദന്റെ കയ്യിലെ ഹല്ലേലൂയ വചനം അഴിച്ചു മാറ്റി. யூதனுடைய கரங்களில் இருக்கிற வசனத்தை மாற்றி അവന്റെ കയ്യിൽ ചിപ്പ് വെക്കുന്ന മൃഗത്തിന്റെ മുദ്ര. அவருடைய கரங்களில் சிப்பை வைக்க சொல்லுங்க. അതിനു മുമ്പ് സഭ എടുക്കപ്പെടാറാ. அதற்கு முன்னால சபை எடுத்துக்கொள்ளப்படும். ഇന്ന് രാത്രി இன்னைக்கு ராத்திரியில എങ്ങനാ ചിപ്പ്? புரிந்து கொள்ளுங்க. இந்த சிப் எப்படி? ഒരു നിങ്ങളുടെ ATM കാർഡ്, உங்களுடைய ஏடிஎம் கார்டு പണ്ടത്തെ കാലത്ത് വെറും നമ്പർ ആയിരിക്കുന്നത്. முன்னால வெறும் நம்பர் மட்டும் இருக்கும். ഇപ്പം അതിനകത്ത് 4 ചിപ്പായി. இப்போ அதற்குள்ள 4 சிப் இருக்கிறது. ഒന്ന് നാനോ, ஒன்று நானோ, 2 സിലിക്കോൺ, இன்னொன்று சிலிகான், 3 പിന്നെ മൈക്രോ, இன்னொன்று மூன்றாவது மைக்ரான் சிப், 4 DNA. இன்னொன்று டிஎன்ஏ சிப். ഈ നമ്പർ പോലും വേണ്ട, ഈ ചിപ്പാ റീഡ് ചെയ്യുന്നത്. இப்ப நம்பர் தேவை இல்ல, சிப் தான் அதை ரீட் பண்ணுகிறது. അതുപോലെ அதே போல ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ചിപ്പ് വെച്ചാൽ உங்களுடைய கரங்களில் ஒரு சிப் பொருத்தப்பட்டால் എത്ര കാര്യം കഴിയും? எத்தனை காரியம் வெளியே தெரியும்? 400 കാര്യം ഒരു ചിപ്പിനകത്ത്. 400 கூட்டம் காரியங்கள் சிப்புக்குள்ள. പണ്ട് ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ, முன்னால இதெல்லாம் நான் பிரசங்கிக்கும் போது കേരളത്തിലെ പെന്തിക്കോസുകാർ പറയും, கேரளாவுல பெந்தேகோஸ்காரங்க சொல்லுவாங்க, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നെന്ന്. அவன் சாத்தனூர் சாத்தான் பேசுகிறது என்று சொல்லி. ഇപ്പൊ അവനെല്ലാം പിടികിട്ടി. இப்போது அவர்களுக்கெல்லாம் புரிந்து விட்டது. അരുമயான ஒளிபரப்பு ஷாரோன் சவுண்ட். அவன் அருமையா ஷாரோன் சவுண்ட்ஸ் இது ஒலி கொடுக்கிறார். പണ്ട് முன்னால ഗിലെയാദ് കൺവെൻഷൻ വരും. கீலியாத் கன்வென்ஷன் வரும்போது ഒരു சிடி போடுவாங்க. 12 பாட்டு, 12 பாடல். ചായക്കുടി പോയി ചായ കുടിക്കുമ്പോ പാട്ട് കട്ടാവും. சிராயங்குழிக்கு அவர் டீ குடிக்க போகும்போது பாட்டுங்க முடிந்து விடும். ഇന്നൊരു പെൻ ഡ്രൈവ് കുത്തി, இன்னைக்கு ஒரு பென் டிரைவ் போட்டு അരുമயான പിള്ളை, இந்த அருமையான மகன் ചെന്നൈ കറങ്ങിട്ട് വന്നാലും പാട്ട് തീർന്ന മുടിയാതെ, சென்னை வரைக்கும் போயிட்டு வந்தாலும் பாட்டுங்க முடியாது. അങ്ങനെയെങ്കിൽ ഒരു പെൻ ഡ്രൈവിനകത്ത് ഒരു സോഫ്റ്റ്വെയർ, அப்படியானால் ஒரு பென் டிரைவ்ல சாஃப்ட்வேர் എത്ര പാട്ടിനെ കേറ്, எத்தனை பாட்டுகள், 500 പാട്ട് വരെ അവൻ പിടിച്ചെടുക്കും. 500 நூற்றுக்கணக்கான பாடல்கள் அதுக்குள்ள. ഒരു ഫിലമെന്റ്, அதே போல ஒரு ஃபிலமெண்ட் தான் പഞ്ചാബിൽ നിന്ന് വരുന്ന, பஞ்சாபில் இருந்து வருகிற ബിരിയാണി അരിയുടെ, பிரியாணி அரிசியினுடைய അതുപോലെ ഒരു ഫിലമെന്റ് അതിനകത്ത് കേറ്റി, அந்த அளவில ஒரு ஃபிலமெண்ட் அதற்குள்ள வைத்து ലിഥിയം കൂടെ കൊടുത്താൽ, அதுல லித்தியம் சேர்த்து வைத்தால் എത്ര കാര്യം ഡീകോഡ് ചെയ്യാം. எவ்வளவு காரியத்தை அதில் டீகோட் பண்ணலாம். ஒன்று ஆதார், பேங்க் பேலன்ஸ், ரேஷன் கார்டு, ஏடிஎம் கார்டு, വാക്സിൻ എടുത്തിട്ടുണ്ടോ, വാക്സിൻ ഡീറ്റെയിൽസ്, ആർടിപിസി എടുത്തിട്ടുണ്ടോ, ആർടിപിസിആർ റിസൾട്ട്, കോവിഡ് വന്നിട്ടുണ്ട്, എന്തൊക്കെ കോവിഡ് വന്നത്, ആ പാട്ട് ഇടുന്നാൽ പെൻ ഡ്രൈവ് കുത്തിയാൽ എല്ലാം കയറി വരും. പെൻ ഡ്ரைவ் போடுகிறது போல இவையெல்லாம் ஒரு சாதன ஒரு பொருள்ல இருக்கும். അതിനാധാരം, அதற்கு ஆதாரமாய் ഇന്നേക്ക് 13 കൊല്ലം മുമ്പ്, இன்றிலிருந்து 13 ஆண்டுகளுக்கு முன்னால் ഇന്ത്യയിൽ ഒന്ന് വന്നു. இந்தியாவில வந்த ഇൻഫോസിസിന്റെ ചെയർമാൻ, இன்ஃபோசிஸ்னுடைய சேர்மன் നന്ദൻ നിലകേനിയെ, அவன் நந்தன் நிலகேனியை വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട്, அவன் விலைக்கு வாங்கி கொண்டு, ஆதார் ഇന്ന് എന്തോ വേണം, இன்றைக்கு என்ன தேவை, കാത്തിരക്കോ, அவன் விரல் அடையாளம் வைத்தால் ജിയോ ലേക്കേ ജാവോ, ജിയോ സിം ലേക്കേ ജാവോ, ஜியோ சிம் எடுக்கும்படியாக விரல் வைத்தால் போதும். കാത്തിരക്കോ ദന്തമാക്കൻ റേഷൻ ലേക്കേ ജാവോ, കടയിൽ നിന്ന് അരി മേടിക്കാൻ, റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കാൻ, ரேஷன் கடையில் அரிசி வாங்கவும் விரல் அடையாளம் வைத்தால் போதும். 4 കിലോ പച്ചരി, 4 കിലോ അരിசி, 3 കിലോ കുത്തരി, 3 കിലോ പുളുങ്കൽ அரிசி, ആട്ടപ്പൊടി എല്ലാം കൈവച്ചാൽ മതി. ഇവയെല്ലാം വിരൽ வைக்கும் போது கிடைக்கும். ബാങ്കിനകത്ത് ചെന്നു, ബാങ്കിൽ പോകുമ്പോൾ സിസ്റ്റർ പാസ്ബുക്ക് കൊണ്ടുപോയില്ല. ആമേൻ. സിസ്റ്റർ പാസ്ബുക്ക് കൊണ്ടുപോക മറന്നാൽ കാത്തിരക്കോ ദന്തമാക്കൻ അക്കൗണ്ട് ദിക്കാവോ, காத்திரக்கோ, கை வச்சால் கம்ப்யூட்டர் பேங்க் அக்கவுண்ட், கம்ப்யூட்டர்ல கை அந்த ஸ்கேனிங் மெஷின்ல கை வைக்கும் போது அக்கவுண்ட் டீடைல்ஸ் அங்க கிடைக்கும். பைபிளில் உண்டோ, இதெல்லாம் வேதத்துல உண்டா? யோபின் புஸ்தகம், யோபின் புஸ்தகம் 37ஆம் அதிகாரம், 37வது அதிகாரம் 7வது வாக்கியம், 7வது வசனம். யோபின் புஸ்தகம்
യോബിൻ പുസ്തകം 37 അധികാരം 37 അധികാരം 7 വാക്യം അതിന്റെ 7 വചനം വായിച്ചാട്ടെ. താം ഉണ്ടാക്കിന സകല മനുഷ്യരും ബൈബിൾ ഉള്ളവരെല്ലാം ഇതെടുത്തോണം സയൻസാ. താൻ സൃഷ്ടിച്ച സകല മനുഷ്യരും എവിടെയെന്ന് അറിവാൻ അടുത്ത വായിച്ചാട്ടെ. തമ്മെ അറിയുம்படிக்கு സകല മനുഷ്യന്റെയും அவர் சகல மனுஷருடைய கையையும் முத்திரித்து போடுகிறார். കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാം കരങ്ങൾ ഉയർത്തി കർത്തരെ മഹിമപ്പെടുത്തുക. ഹല്ലേലൂയ. ബൈബിൾ ക്ലിയർ ആയോ? ഇപ്പോ വചനം പുരിന്തതാ? മൊബൈലിന് വേണ്ടി കൈമുദ്ര ഇട്ടു. മൊബൈലുക്കാக കൈ അടയാളം. ആധാറിന് വേണ്ടി കൈമുദ്ര ഇട്ടു. ആധാർക്കാக കൈ അടയാളം. റേഷൻ കാർഡിന് വേണ്ടി കൈമുദ്ര ഇട്ടു. റേഷൻ കാർഡുക്കാக കൈ അടയാളം. ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി കൈമുദ്ര ഇട്ടു. ബാങ്ക് അക്കൗണ്ടിற்காக കൈ അടയാളം. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ കൈമുദ്ര ഇട്ടു. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പിള്ളേകൾ കൈ അടയാളം. അത് മാത്രമല്ല വീട്ടിലിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചും പെൻഷന് വേണ്ടിയും കൈമുദ്ര ഇട്ടു. അത് மட்டுமல்ல മുതിയവர்கள் പെൻഷനുക്കാகவும் കൈ അടയാളം. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലിരുന്ന് 3000 ആണ്ടുകൾക്ക് മുன்னால் മസ്കറ്റിലെ സലാലയിൽ മസ്കറ്റ് ദേശത്തിൽ സലാലാവിൽ ശരീരമാകെ ഓട്ടകഷ്ണം പരുത്തുക്കൾ ബാധിച്ച് ചൊറിഞ്ഞുകൊണ്ടിരുന്ന പരുക്കളാൽ നിറഞ്ഞ ഒരു ഓട്ടിനാൽ ശരീരത്തെ സുരണ്ടിക്കൊണ്ടിരുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ എഴുതി. ഒരു ദേവന്റെ മനുഷ്യൻ എഴുതിനാർ. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയോ താൻ സൃഷ്ടിച്ച മനുഷ്യൻ എല്ലാവരും എവിടെയെന്നറിയുവാ എங்கே എന്ന് അറിയുம்படிக்கு സകല മനുഷ്യന്റെ കൈമുദ്ര ഇട്ടെങ്കിൽ എല്ലാ മനുഷ്യരുടെ കൈയെ മുദ്രിத்து പോട്ടാൽ ഇനി കൈമേലേക്ക് ഒരു ചിപ്പ് വരാൻ കാലമാ. ഇതേപോലെ കരങ്ങളിലെ ചിപ്പ് വരக்கூடிய കാലം വന്നിരിക്കുന്നത്. രാത്രി ഗിലയാദേ இன்னைக்கு என்ன கவனிக்கிற கீலியாத் சபையே നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. உன் தேவனை சந்திக்கும்படி நீ ஆயத்தப்படு. നമ്പർ 1 முதலாவது ചിപ്പ് മതി. எல்லாவற்றுக்கும் சிப்பு போதும். இந்த ചിപ്പിനുള്ളിൽ ഒരു സോഫ്റ്റ്വെയർ இருக்குது. அந்த சிப்டுக்குள்ள ஒரு சாஃப்ட்வேர் வைத்திருக்கிறாங்க. லித்தியம் பேட்டரி இருக்குது. லித்தியம் பேட்டரி சேர்த்திருக்கிறார்கள். രാത്രി മനസ്സിലാക്കണം. இன்னைக்கு புரிந்து கொள்ளுங்கள். ഈ ചിപ്പ് വച്ചാൽ இந்த சிப்பை வைத்து விட்டால் RT-PCR വേണ്ട. RT-PCR தேவையில்லை. ചിപ്പിന്റെ സോഫ്റ്റ്വെയറിനകത്ത് ஆமென் சிப்பினுடைய சாஃப்ட்வேர்லயே നാം ടെസ്റ്റ് എടുത്ത ഡേറ്റ് നോക്കിയാൽ நாம் டெஸ்ட் எடுத்த டேட் பார்த்தால் കമ്പ്യൂട്ടർ പറയും ഇതെല്ലാം. ஆமென் அந்த ஆன்லைன்ல எல்லாம் தெரிந்துவிடும். ഓൺലൈൻ ട്രാൻസാക്ഷൻ ക്ലിയർ. ஆன்லைன் டிரான்சாக்ஷன்ல இதுல கிளியர் ஆகிவிடும். RT-PCR മാറാൻ പോകുന്നു. அந்த RT-PCR எல்லாம் മാറ പോകുന്നത്. വാക്സിന്റെ കള്ള സർട്ടിഫിക്കറ്റ് മാറാൻ പോകുന്നു. വാക്സിനുடைய കള്ള സർട്ടിഫിക്കറ്റ് മാറ പോകുന്നത്. കൈമേൽ ഒരു ചിപ്പ് വരാൻ പോകുന്നു. കൈമേലെ ചിപ്പ് വര പോകുന്നത്. ലോകം എവന്റെ പുറകെ പോകും. ഉലകം ഇവനുക്ക് പിന്നാലെ പോകും. ഇന്ന് രാവിലെ ഞാൻ കേട്ടതുപോലെ இன்னைக்கு காலையில நான் கேட்டதுപോലെ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ സർപ്പം ഏവാളെ തന്ത്രത്തിനാല വഞ്ചിച്ചതുപോലെ കോവിഡിന്റെ അന്ത്യത്തിൽ ആമേൻ കോവിഡിന്റെ മുടിവിൽ വരാൻ പോകുന്ന കയ്യിലേക്ക് ഒരു ചിപ്പ് വരപ്പോകുற കരങ്ങളിൽ ഒരു ചിപ്പ്. ഇപ്പൊ എവിടെ ചിപ്പ് വന്നു? இப்ப சிப் எங்க வந்திருக்கிறது? ആനയുടെ വാലിൽ ചിപ്പ്. யானையுடைய வால்ல சிப் வைக்கிறார்கள். അങ്ങനെ വല്ലവരും കേട്ടോ? இத பத்தி கேள்விப்பட்டிருக்கீங்களா? കൈ ഉയർത്തുന്നില്ലല്ലോ. ആനയുടെ വാലിൽ ചിപ്പ്. யானையுடைய வால்ல சிப் வைத்திருக்கிறது കേൾവിപ്പെട്ടത് இல்லையா? മൃഗ ഡോക്ടർക്ക് ആനയുടെ സൗന്ദര്യം കാണാനാണ് തോന്നുന്നു ചിപ്പ് വെച്ചിരിക്കുന്നത്. அவன் மிருக டாக்டர் யானைக்கு அழக கூட்டவா வால்ல சிப் வைத்து விடுகிறார்? അല്ല, இல்ல. ആനയുടെ വാലിലെ ചിപ്പിനകത്ത് யானையுடைய வால்ல சிப் வைக்கும்போது ചിപ്പ് മോണിറ്റർ ചെയ്താൽ அந்த சிப் மானிட்டர் பண்ணும்போது അതുപോലെ തന്നെ അതിന്റെ നെർവൂടെ മോണിറ്റർ ചെയ്യാം. அதனுடைய நரம்பு காரியங்களையும் மானிட்டர் பண்ணலாம். സൂപ്പർ മാർക്കറ്റിലെ പെങ്കൊച്ച സാധനം എടുത്ത് ഇങ്ങനെ വില കീക്കി അടിക്കുന്നല്ലോ മോണിറ്റർ ചെയ്യുമ്പോൾ அவன் சூப்பர் மார்க்கெட்ல பொருட்களுடைய விலையை எடுத்து ஸ்கேன் பண்ணுகிறது போல இதை மானிட்டர் பண்ணினால் ആനയുടെ വാലയിലെ ചിപ്പ് നോക്കുമ്പോൾ മൃഗ ഡോക്ടർക്ക് അറിയാം ഇവ ഉത്സവ സ്ഥലത്ത് പാപ്പാൻ എടുത്ത് കിണറ്റിൽ എറിയത്തില്ലെന്ന്. ஆமென். மிருக டாக்டருக்கு அதை கண்டுபிடிக்க முடியும். திருவிழா சமயத்துல மதம் பிடித்து பாகனை தூக்கி போடுமா போடாதா என்று யானையை கண்காணிக்க முடியும். രണ്ടാമത്തെ ചിപ്പ് എവിടെ വന്നു? இரண்டாவது எங்க வந்திருக்கிறது? അതിർത്തി പാസ് ചെയ്യുന്നതിന് ஆமென். எல்கைகளை தாண்டி போகிறதற்கு ഇന്ത്യയിൽ അമിത്ഷാ ഒരെണ്ണം കൊണ്ടുവന്ന് ഇസ്രയേലിൽ നിന്ന്. ஆமென். இந்தியாவில அமித்ஷா ஒன்று இஸ்ரவேலில் இருந்து கொண்டு வந்திருக்கிறார். അതിന്റെ പേരാ ഫാസ്ടാഗ്. കൈ ഉയർത്തിയാട്ടെ ഇതെങ്കിലും കണ്ടവർ ഫാസ്ടാഗ്. அதனுடைய பேர் தான் ஃபாஸ்டாக் என்று சொல்லுகிறது. അത് ആർക്കും കാറും ഇല്ല ഫാസ്ടാഗും ഇല്ല. ഗീലിയാത്തിലെ யாருக்கும் வாகனமும் இல்ல ஃபாஸ்டாகும் இல்லையா? നിങ്ങൾ വഴി കൈ കാണിച്ച് സെക്യൂരിറ്റിക്ക് പൈസ കൊടുക്കണോ? நீங்க வழியில கை காண்பித்து அந்த டோல்ல பணம் கொடுக்க வேண்டுமா? ഫാസ്ടാഗിനകത്ത് കൈയാണോ? ஃபாஸ்டாக்ல கையா இருக்கிறது അല്ല, இல்ல. അതിനകത്ത് ബാർകോഡ്. அதுல இருக்கிறது பார்கோடு. ആ ബാർകോഡ് அந்த பார்கோഡ് അതിർത്തിയിൽ സ്കാൻ ചെയ്യുമ്പോൾ ஆமென் ஒவ்வொரு எல்கைகளையும் தாண்டும் போது നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും. உங்கள் பேங்க் அக்கவுண்ட்ல இருந்து பணம் போய்விடும். അങ്ങനെയെങ്കിൽ அப்படியானால் എവിടൊക്കെ ചിപ്പ് വന്നു? எங்கெல்லாம் சிப் வந்திருக்கிறது? വിജ്ഞാനത്തെ ഗ്രഹിക്കണം. விஞ்ஞானத்தை கிரகித்து அறிந்து கொள்ள வேண்டும். ആനയുടെ വാലെ ചിപ്പ്. யானையுடைய வால்ல ஆரம்பித்த சிப் ഇന്ന് വണ്ടിക്കകത്ത് വന്നു. இன்று വാഹനங்கள்ல வந்திருக்கிறது. ഇനി ലോകം നോക്കുന്നു. இனி உலகம் பார்க்கிறது. അതിർത്തിയിൽ RT-PC വേണ്ട. ஆமென். எல்கைகள்ல எல்லாம் RT-PC தேவையில்லை. എയർപോർട്ടിൽ RT-PC വേണ്ട. ஏர்போர்ட்ல RT-PC தேவைப்படாது. ഇന്ന് രാത്രി
என்னை கவனிங்க, இன்றைக்கு ராத்திரி சென்ட்ரல் ஸ்டேஷனில் செல்லும்போது, சென்னை சென்ட்ரல் ஸ்டேஷன்ல போகும்போது பாஸ்டர் அங்க எங்க இருக்கு ஒரு மெட்டல் டிடெக்டர் இருக்கு. அங்க ஒரு மெட்டல் டிடெக்டர் இருக்கும். நம்ம கை குழப்பம் அவர் விடுவோம். நம்முடைய கையில பிரச்சனை இருந்தா அவங்க விடுவாங்களா? மாற்றி வைக்க, நம்மை மாற்றி வைப்பார்கள். அந்த காலத்திங்கள் கடைசி நாட்களில் எல்லா ரயில்வே ஸ்டேஷன், எல்லா ரயில்வே ஸ்டேஷன், சபை எடுக்கப்பட்டு കഴിഞ്ഞാൽ விமானத்தாவளம், சபை எடுக்கப்படும் போது விமான நிலையங்கள், கையில ஒரு சிப்பு கொடுத்தால், கரங்களில ஒரு சிப்பு கொடுத்தால், சென்னை மாலில் செல்லும்போது, மால்களுக்குள்ள போகும்போது നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് പോലെ, உங்களுக்காக வாசல் திறக்கிறது போல ഓട്ടോമാറ്റിക്കായിട്ട് വാതിൽ തുറക്കുക. தானாகவே வாசல்கள் திறக்க முடியாது. ലോകം തേടുന്നു, உலகம் தேடிக்கொண்டிருக்கிறது. ട്രാക്കിംഗ് സബ് ലെവൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ആമേൻ. ഹ്യൂമൻ ട്രാക്കിംഗ് സബ് ലെവൽ ഇംപ്ലാന്റേഷൻ ടെക്നോളജി. ദാ വരുന്നു 666 വിത്ത് இதோ இந்த 666 ഓട് ചേർത്ത് one man, ஆமென், ஒரு மனிதன், one world, ஒரு உலகம், one social security number, ஒரே சோஷியல் செக்யூரிட்டி நம்பர், one chip, ஒரு சிப், one bank account, ஒரே பேங்க் அக்கவுண்ட், one sim, one sim, ஒரே சிம் கார்டு, ഒരു വാക്സിൻ. ஒரே വാക്സിൻ. ഇനി വരാൻ പോകുന്നത് ഒറ്റ വാക്സിൻ മൈക്രോസോഫ്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. ഇനി ഒരേ ഒരു വാക്സിനെ മൈക്രോസോഫ്റ്റ് അറിമുഖപ്പെടുത്താൻ പോകുന്നത്. ജോൺസൺ ആൻഡ് ജോൺസൺ. അത് ജോൺസൺ ആൻഡ് ജോൺസൺ ചിപ്പ്. അത് ചെയ്യാൻ പോകുന്നു ഈ കോവിഡിൽ. അത് இந்த கோவிட்ல செய்ய போகிறார்கள். അത് ചെയ്യുമ്പോൾ, அதை செய்யும்போது ആർടിപിസി മാറും. ആർടിപിസി എല്ലാം മാറും. ആ വാക്സിൻ എടുക്കാൻ തുടങ്ങുമ്പോൾ, വാക്സിൻ എടുക്കാൻ ആരംഭിക്കുம்போது അവർ പറയും, அவர்கள் சொல்வார்கள், சிப்பு வைக்கணும், சிப்பு வைக்க வேண்டும். അതിനു മുമ്പ്, அதற்கு முன்னால் ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. தேவ சபை மத்தியவானத்தில் எடுத்துக்கொள்ளப்படும். സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. சந்தோஷமுள்ளவங்க கையை தட்டி கர்த்தரை மகிமைப்படுத்தலாம். ഒമിക്രോൺ വരെ എത്തിയെങ്കിൽ, ஒமிக்ரான் வரைக்கும் வந்திருக்கிறது ഇനി മുമ്പോട്ട് 4 വകഭേദം നടക്കുമ്പോൾ, இனி முன்னால விதமாய் 4 விதமான தன்மைகள் ഇതിல மாறும்போது, അതിന്റെ നടുവിൽ ഒരു വാക്സിനും ചിപ്പും വരാൻ കാലമാ. அதற்கு நடுவில ஒரு வேக்சினும் சிப்பும் வரக்கூடிய காலம் வந்திருக்கிறது. സഭയാം മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. அதற்கு முன்னாலே சபையாகிற மணவாட்டி மத்தியவானத்தில் எடுத்துக்கொள்ளப்படும். 3 വാക്യങ്ങളൂടെ വായിക്കുക. 3 வசனத்தை கூட வாசிக்கலாம். ഇന്ന് കണ്ടില്ലേ? இன்னைக்கு பார்த்திருக்கிறோமே. ഇപ്പോ എവിടം വരെ എത്തി மொபைல் இப்ப எங்க வர வந்திருக்கிறது? 4G. കൈ ഉയർത്തിയാട്ടെ അങ്ങനെ കേട്ടവർ. 4G வரைக்கும் வந்திருக்கிறது. எத்தனை பேர் அதை குறித்து கேள்விப்பட்டிருக்கிறீங்க? വരാൻ പോകുന്നു 5G. இனி வரப்போகிறது 5G. ഇന്ന് അമേരിക്ക കണ്ടുപിടിച്ചു. அமெரிக்கா கண்டுபிடித்திருக்கிறது. 2016 ചിപ്പിന് പകരം, சிப்புக்கு பதிலாய் ബാൻഡേഡ്, ഇംഗ്ലീഷ് ஆங்கிலத்துல മൈക്രോ നീഡിൽ പാച്ച്. ஆமென். மைக்ரோ நீடில் பேட்ச் என்று சொல்லுகிறது. നമ്മുടെ മുറിവ് വരുമ്പോൾ, காயம் ஏற்படும் போது നമ്മൾ കയ്യിൽ ബാൻഡേഡ് ഉട്ടത്തില്ലേ പാസ്റ്റർ? கையில பேண்டேட் சுற்றுகிறது போல, അതുപോലെ ഇന്ന് 2016 അമേരിക്ക കണ്ടുപിടിച്ചു. 2016 അമേരിക്ക കണ്ടുപിടിച്ചത് അതിന്റെ പേര് മൈക്രോ നീഡിൽ പാച്ച്. மைக்ரோ நீடில் பேட்ச். അതിനകത്ത് 3-4 ചെറിയ മുള്ളുകളുണ്ട്. அதற்குள்ள 3-4 சிறிய முட்கள் உண்டு. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? அது என்ன செய்ய முடியும்? കൈക്കകത്ത് ചുറ്റി കൊടുത്താൽ, கையில சுற்றி வைத்தால் എന്താ സംഭവിക്കുന്നത്? என்ன சம்பவிக்கும்? 2 പാച്ച്, 2 பேட்ச், 2 മൈക്രോ നീഡിൽ 2 மைக்ரோ நீடில்கள் നമ്മുടെ വിരലിന്റെ ബ്ലഡിനെ പിടിക്കും. நம்முடைய விரல்கள்ல அந்த இரத்தத்தை பிடிக்கும். 2 മൈക്രോ നീഡിൽ மற்ற 2 நீடில் എന്തോ നെർവിനെ പിടിക്കും. நரம்புகளை பிடிக்கும். അങ്ങനെ ഉണ്ടെങ്കിൽ, அப்படியானால் ആ മൈക്രോ നീഡിൽ പാച്ചിനെ அந்த மைக்ரோ நீடில் பேட்சை ആര് ട്രേസ് ചെയ്യും? யார் ட்ரேஸ் பண்ண முடியும்? 5G സാറ്റലൈറ്റ്. 5G ல வைத்து ட்ரேஸ் பண்ண முடியும். അതിന്റെ ഇംഗ്ലീഷ്, அதனுடைய ஆங்கில பதம் ഫ്യൂച്ചർ ഫന്റാസിയ. ஆமென். ஃபியூச்சர் ஃபேண்டாசியா என்பது ലോകം കാണാൻ പോകുന്ന ടെക്നോളജി. உலகம் காண போகிற டெக்னாலஜி. റിമോട്ട് நியூரல் മോണിറ്ററിംഗ്. ஆமென். ரிமோட் நியூரல் மானிட்டரிங் என்பது ரிமோட் நியூரல் மானிட்டரிங். ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ മൊബൈൽ അടിക്കണം. இந்த கூட்டம் முடியும் போது நீங்கள் இவைகளை எல்லாம் மொபைல்ல பார்க்க வேண்டும். കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റിലോ RNM എന്ന് ടൈപ്പ് ചെയ്താൽ മതി. அவன் கூகுள்லயோ ஏதாவதுலயோ நீங்கள் RNM என்று போட்டால் போதும். അങ്ങനെയെങ്കിൽ 5G സാറ്റലൈറ്റ് വഴി, ஆமென், 5G சாட்டலைட் வழியாக നിങ്ങളുടെ വീട്ടിൽ ബ്ലഡ് കൗണ്ട് എടുക്കാൻ വരണ്ട. அவன் உங்க வீட்ல வந்து பிளட் சாம்பிள் எடுக்க வேண்டாம். നിങ്ങളുടെ എയർപോർട്ടിൽ ബ്ലഡ് കൗണ്ട് എടുക്കണ്ട. அவன் ஏர்போர்ட்ல பிளட் எடுக்க வேண்டாம். കോവിഡ് ടെസ്റ്റ് എടുക്കണ്ട. கோவிட் டெஸ்ட் எடுக்க வேண்டாம். നിങ്ങളുടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ടെങ്കിൽ, ശരീരത്തിൽ ഒരു നോയ് ഉണ്ടെന്നാൽ സാറ്റലൈറ്റ് വഴി, സാറ്റലൈറ്റ് മൂലமாகவே ഈ പേനയ്ക്കകത്ത് കൊടുക്കുന്ന QR കോഡ് പോലെ, இந்த QRல கோட்ல இருக்கிறது போல മൈക്രോ നീഡിലിനകത്ത് QR കോഡ് ഉണ്ട്. மைக்ரோ நீடில்கள்ல QR கோட் இருக்கும். അത് വെച്ച് നിങ്ങളെ നിങ്ങളെ ട്രേസ് ചെയ്യാം. உங்களை ட்ரேஸ் பண்ண முடியும். അതിന്റെ പേര് RNM. அதனுடைய பேர் தான் RNM. ഇനി ഇതിന്റെ കോവിഡിന്റെ ടെസ്റ്റ് വേണ്ട. இனி கோவிட் டெஸ்ட் தேவைப்படாது. അത് ബൈബിളിനകത്തുണ്ടോ? இது
വേദത്തിൽ இருக்கிறதா അതിന്റെ പേര് ആറന്നം. അതിന്റെ പേര് தான் ആറന്നം. വായിക്കുമ്പോൾ ബൈബിളിനകത്തുണ്ട് 5G സാറ്റലൈറ്റ് വിത്ത് മാൻ. ആമേൻ. 5G സാറ്റലൈറ്റോട് മനുഷ്യനെ ഇണക്കുന്നത് വേദത്തിൽ വാസിக்கலாம். വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്ന പുസ്തകം 13-ാമത് അധികാരം 10-ാമത് വചനം. 10ാമത് വചനം. Book of Revelation chapter 13 verse 10 വായിച്ചാട്ട് മോളെ. சிறைப்படுத்தி கொண்டு போகிறவன் അടിമയാക്കി കൊണ്ടുപോകുന്നവൻ சிறைப்பட்டு போவான். അടിമയായി പോകും. பட்டயத்தினாலே கொல்லுகிறவன் பட்டயத்தினாலே கொல்லப்பட வேண்டும். അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. சிறைப்படுத்தி கொண்டு போகிறவன் சிறைப்பட்டு போவான். അതിന്റെ സ്റ്റാർട്ടിംഗ് തുടങ്ങിയില്ലേ? അവരുടെ ആരംഭം ആരംഭിച്ചത് പോലെ അതിന്റെ സ്റ്റാർട്ടിംഗ് ആ പാസ്റ്ററെ മാസ്ക്. அதனுடைய ஆரம்பம் தான் இப்போது மாஸ்க். എല്ലാവരും വെച്ചില്ലേ? எல்லாரும் வைத்தீங்க தானே? മാസ്ക് വെക്കാത്ത എല്ലാവരും ഉണ്ടായിരുന്നു? மாஸ்க் வைக்காத யாராவது உண்டா? കേരളത്തിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. கேரளாவில் ஒரு போதகர் இருந்தார். ടെലിവിഷന്റെ മുമ്പിൽ പറഞ്ഞു എനിക്ക് കോവിഡ് വരത്തില്ലെന്ന്. அவன் டிவில சொன்னார் எனக்கு கோவிட் வராதுன்னு. ഇവിടുന്ന് ചിരിക്കുന്ന 3-ാം മാസം മർഗയാ പെട്ടിക്കകത്താക്കി 3 മാസത്തുള്ള പെട്ടിയിലാക്കി വിട്ടാர். അങ്ങനെ ആരും പറയരുത്. அப்படி யாரும் சொல்லக்கூடாது. അതുപോലെ സാത്താന്റെ തന്ത്രം. இதே போல சாத்தானுடைய தந்திரம். കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, கர்த்தருடைய வருகையில கைவிடப்பட்டால், now going RTPC, இப்போ RTPC போய் கொண்டிருக்கிறது. now going QR code சூழ்நிலைகள் இப்போ இருக்கிறது. அதற்கு ശേഷം ഒരു മുദ്ര വരും. அதற்கு பின்பு ஒரு முத்திரை வரும். 2016 അമേരിക്ക കണ്ടുപിടിച്ചു. 2016 അമേരിക്ക കണ്ടുപിടിத்து മൈക്രോ നീഡിൽ പാച്ച് கண்டுபிடித்த அந்த மைக்ரோ நீடில் பேட்ச். പലർക്കും പറയും ഇത് വിജ്ഞാനം എങ്ങനെ இருக்குது. ஆமென். பலரும் சொல்லலாம் விஞ்ஞானம் இப்படி இருக்கிறது. ഞാൻ കളിക്കാവിളക്ക് എത്തുന്നതിന് മുമ്പ്, நான் கலேக்காவில போகிறதுக்கு முன்னால, പാറശാല കയറുമ്പോൾ, பாரசாலை ஏறும்போது, നാഗർകോവിൽ വണ്ടിയിൽ, நாகர்கோவில் வண்டியில കളിക്കാവിള ഇരിക്കുമ്പോൾ, கலேக்காவில வந்து கொண்டிருக்கும் போது എന്റെ മൊബൈലിൽ മെസ്സേജ് അടിക്കും. என்னுடைய மொபைல்ல மெசேஜ் வரும். കൂക്കു കീക്കി വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. ஆமென். வெல்கம் டு தமிழ்நாடு என்ற மெசேஜ் வரும். അതാ 4G. அதுதான் 4G. എന്റെ ഭാര്യയ്ക്കും അറിയത്തില്ല, എന്റെ കൂട്ടുകാർക്കും അറിയത്തില്ല ഞാൻ മാർത്താണ്ഡത്തെത്തിയത്. പക്ഷേ സാറ്റലൈറ്റ് അറിഞ്ഞു. ஆமென். என்னுடைய மனைவிக்கோ என்னுடைய நண்பர்களுக்கோ நான் மார்த்தாண்டம் வந்தது தெரியாது, ஆனால் சாட்டலைட்டுக்கு தெரியும். இந்த കൺവെൻഷൻ முடிஞ்சிட்டு കാലയിലെ ഞാൻ പാറശാല എത്തുമ്പോൾ അടുത്ത കീക്കി വരും. ஆமென். கன்வென்ஷன் முடித்து நான் காலையில பாரசாலை போகும்போது அடுத்த மெசேஜ் வரும். വെൽക്കം ബാക്ക് BSNL കേരള കരമുയർത്തിയാട്ടെ. கேரளாவுக்கு மறுபடியும் உங்களை வரவேற்கிறேன் என்ற மெசேஜ் வரும். 4G. இதனுடைய பேர் தான் 4G. പക്ഷേ 5G അതിവേഗ ഇന്റർനെറ്റ്. ஆனால் 5G இதை பார்க்கலாம் அதிவேகமான இன்டர்நெட். മൊബൈൽ വേണ്ട. அதற்கு மொபைல் தேவையில்லை. നിങ്ങളുടെ മൊബൈലിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സിമ്മിന്റെ ഒരു ബാർകോഡ് ഉണ്ട്. உங்களுடைய மொபைல்ல சிம்ல ஒரு பார்கோட் ഉണ്ട്. ആ ബാർകോഡിനെക്കാൾ മൈന്യൂട്ട് കയ്യിൽ വെച്ചാ, அதை பார்க்கலாம் மைன்யூட்டான ஒன்றை கையில வைத்தால், ലോകത്തെവിടെ പോയാലും നിങ്ങളെ ട്രേസ് ചെയ്യാൻ ഒരു ചിപ്പിന് കഴിയും. ஆமென். உலகத்துல நீங்கள் எந்த மூலையில இருந்தாலும் உங்களை ட்ரேஸ் பண்ண அந்த சிப்புக்கு അതിന്റെ முடியும். പേര് RNM റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. அதுதான் ரிமோட் நியூரல் மானிட்டரிங் என்று சொல்லக்கூடியது. രാത്രി ഗിലയാദ് ദൈവസഭയെ, இன்னைக்கு ராத்திரி என்னை கவனிக்கிற கீலியாத் தேவசபையே, പ്രതീക്ഷിച്ച സമയത്തേക്കാൾ, நாம் எதிர்பார்த்த நேரத்தை விட രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാ. ரட்சிப்பு இப்பொழுது வாசலண்டை நெருங்கி ഇത് நிற்கிறது. ചെയ്യേണ്ടത്, இது செய்ய வேண்டியது ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ, ஆமென், தூக்கத்திலிருந்து விழிக்கும்படி നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് நேரம் நெருங்கி നിന്റെ வந்திருக்கிறது. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. உன் தேவனை சந்திக்கும்படி ஆயத்தப்படு. രാത്രി കഴിവാറായി, ஆமென். ராக்காலம் மாறப் போகிறது. പകൽ അടുത്തിരിക്കുന്നു. பகல் சமீபமாய் இருக்கிறது. ആത്മാവ് സഭകളോട് പറയുന്നത്, ஆவியானவர் சபைகளுக்கு சொல்லுகிறது, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. இன்னைக்கு ராத்திரி காதுள்ளவன் கேட்க கடவன். ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ, ஜெயம் கொள்ளுகிறவனை ஆலயத்திலே தூணாக்கும்படி എന്റെ യേശു വരാൻ കാലമായി. இயேசு வரக்கூடிய காலமானது. ഫിലാദൽഫിയ സഭയെ, பிலதெல்பியா சபையே, നിനക്ക് ശക്തി അധികമില്ലെങ്കിലും உனக்கு அதிக பலன் இல்லை என்றாலும் നീ വചനം കാത്തത് കൊണ്ട് நீ வசனத்தை காத்துக்கொண்டதையும் വരുംകാല പരീക്ഷാകാലത്ത് അവൻ വരും. வருங்கால சோதனையில் அவர் வருவார். നിന്നെ ഞാൻ കാത്തുകൊള്ളും. ஓ என் தேவ பிள்ளையே, உன்னை കരമടിച്ച് காத்துக்கொள்வேன். കർത്തർക്ക് മഹിമായി. கரங்களை தட்டி கர்த்தருக்கு மகிமை கொடுக்கலாம். RTPC മാറി. RTPC മാറിனது. രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം. ரெண்டு காரியத்தை கூட சொல்லி സമയം நிறுத்துகிறேன். വേറുന്നല്ലോ. நேரம் அதிகமாய் விட்டது. രണ്ട് കാര്യം, രണ്ട് വാക്ക് പറഞ്ഞ് നിർത്താം. ரெண்டு வார்த்தையை சொல்லி முடிக்கிறேன். ഇന്ന് ഈ ചിപ്പ് പൊട്ടിയാൽ, இன்றைக்கு இந்த சிப்பு பொட்டி உடைந்தால், പഞ്ചാബിൽ നിന്ന് വരുന്ന ஆமென், பஞ்சாபில் இருந்து வருகிற ഒരു അരിമണിയുടെ വലിപ്പ റൈസ് കെയിൻ, ஒரு சின்ன அரிசி அளவுக்கு தான் இருக்கும். ഇതിനകത്ത് രണ്ട് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. இதற்குள்ள ரெண்டு பார்ட்டிகள் இருக்கிறது. ഒരു സോഫ്റ്റ്വെയറിന്റെ പാർട്ടിക്കിൾ, ஒரு சாஃப்ட்வேர் பார்ட்டிகள், മറ്റൊന്ന് ലിഥിയം. இன்னொன்று லித்தியம் பேட்டரி. വിജ്ഞാനം കേൾക്കണം. அறிவியலை கேளுங்க. നിങ്ങളുടെ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ മൈക്കിനകത്ത് രണ്ട് ബാറ്ററി ഇരിക്കുന്നത്. நாம் பயன்படுத்துகிற இந்த மைக்குக்குள்ள ரெண்டு பேட்டரி இருக்கிறது. 6 മാസം സാറ് ബാറ്ററി മാറ്റിയിട്ടെങ്കിൽ ഈ മൈക്കിൽ ഇരിക്കുന്ന ബാറ്ററി പൊട്ടും. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? 6 மாதம் இந்த பேட்டரியை மாற்றாமல் வைத்திருந்தால் இந்த பேட்டரி உடைந்து விடும்.
അങ്ങനെ ആരും കേട്ടിട്ടില്ലേ? அப்படி யாராவது கேட்டிருக்கிறீங்களா? ടെലിവിഷന്റെ എസിയുടെ ഒക്കെ റിമോട്ടിന്റെ ബാറ്ററി കൃത്യം മാറ്റിയില്ല, பேட்டரி நேரத்துக்கு மாற்றாமல் அப்படியே வைத்திருந்தால் அது அப்படியே ஊதி பொட்ட ஆரம்பிக்கும். അതിനകത്ത് ഒരു ആൽക്കലൈൻ ആസിഡ് പാസ്റ്റർ, அதற்குள்ள ஒரு ஆல்கலைன் ஆசிட் இருக்கிறது, അത് വേസ്റ്റ് ആകും, அது அப்படியே வீணாகி விடும். കയ്യിലിരിക്കുന്ന ചിപ്പിനകത്ത്, ஆனா கரங்களில் போடக்கூடிய அந்த சிப்பிலே അതിനകത്ത് രണ്ട് കാര്യമുണ്ടല്ലോ. அதுல ரெண்டு காரியம் உண்டு. ഒന്ന് സോഫ്റ്റ്വെയർ, ஒன்று சாஃப்ட்வேர், രണ്ട് ലിഥിയം. இன்னொன்று லித்தியம். വിത്തിൻ 6 months 6 மாதம் ஆகும்போது ബാറ്ററി മാറ്റിയില്ല, பேட்டரி மாற்றவில்லை, ആന്റിക്രൈസ്റ്റിന്റെ ആൾക്കാർ വന്നില്ല, அந்தி கிறிஸ்துனுடைய ஆட்கள் வரவில்லை. ആ ബാറ്ററി എന്തോ ചെയ്യും? அந்த பேட்டரி என்ன ஆகும்? പൊട്ടും, உடைய ஆரம்பிக்கும். ആ ബാറ്ററിയുടെ ആസിഡ് എവിടെ ഇറങ്ങും? அந்த பேட்டரியுடைய ஆசிட் எங்க இறங்கும்? ബ്ലഡിനകത്ത് ഇറങ്ങും, பிளட்ல மிக்ஸ் ஆகும். അന്നൊരു പുണ്ണ് വരും, அன்றைக்கு ஒரு காயம் வரும். അതിന്റെ പേര് സെപ്റ്റോ വാജനിക് വൂണ്ട്. அதனுடைய பேர் தான் செப்டோ வாக்சினிக் வூண்ட். വാജനിക് വൂണ്ട്, സെപ്റ്റോ വാജനിക് വൂണ്ട്. செப்டோ வாக்சினிக் வூண்ட். ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ ബ്ലഡ് വൂണ്ട്. அவன் பிளட் வூண்ட் என்று சொல்வார்கள். കുമിള പോലെ പുണ്ണ്, அவன் குமிழ் போல புண்ணு வரும். അന്ത്യകാല, கடைசி காலத்தில். ബൈബിളിനകത്തുണ്ടോ? அது வேதத்தில் சொல்லப்பட்டிருக்கிறதா? വെളിപ്പാട് പുസ്തകം வெளிப்படுத்தின புஸ்தகத்தில் 16 അധ്യായം 16வது அதிகாரம் രണ്ടാമത്തെ വാക്യം. 2வது வசனம். വെളിപ്പെടുത്തിന പുസ്തകം 16:2 Book of Revelation chapter 16 verse 2. முதலாம் தூதன் போய் தன் கலசத்தில் உள்ளதை பூமியின் மேல் ஊற்றினான். ഭൂമിയിൽ മേൽ ഒഴിച്ചു. അടുത്ത വാക്യം വായിച്ചാട്ടെ മോളെ. உடனே மிருகத்தின் முத்திரையை தரித்தவர்களும் அதன் சொரூபத்தை வணங்குகிறவர்களும் ஆகிய மனுஷர்களுக்கு பொல்லாத கொடிய புண்ணுண்டாயிற்று. മതി, വല്ലാത്ത ദുർവ്രണമുണ്ടായി. ആമേൻ. പൊല്ലാத കൊടിയ പുണ്ണുണ്ടായിற்று. ഒന്നാമത്തെ ദൂത്, முதலாவது செய்தி, ഭൂമിയിലെ മൃഗത്തിന്റെ മുദ്രയുള്ളവന്, மிருகத்தின் முத்திரை உள்ளவன், അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവന്, அதனுடைய ஆமென் உருவத்தை வணங்குகிறவன், ഈ ചിപ്പ് പൊട്ടും വല്ലാത്ത ദുർവ്രണം. இந்த சிப் உடையும் போது ஆமென் கொடிய புண்ணுண்டாகும். അന്നത്തെ വേദന, அண்டைய வேதனை. വെളിപ്പാടിൻ പുസ്തകം வெளிப்படுத்தின புஸ்தகம் 16வது அதிகாரம் 11வது வசனத்தை வாசிக்கலாம். വെളിപ്പാട് 11:16-11. തങ്ങൾ വരുത്തങ്ങളാലും ആ വേദനയാൽ എന്തോ ചെയ്യും? തമിഴ് ബൈബിൾ അങ്ങ് വായിരെല്ലാരും. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. எல்லாரும் இந்த வசனத்தை வாசித்து மனம் திரும்ப வேண்டும். അടുത്തது, தங்கள் புண்களாலும் பரலோகத்தின் தேவரை தூஷித்தார்கள் அல்லாமல் അവരുടെ ശരീരത്തിൽ നിറയെ പുണ്ണുകൾ. അവരുടെ ശരീരത്തിൽ അനേക പുണ്ണുകൾ വരും. ക്യാൻസർ രോഗത്തെക്കാളും വലിയ വേദന. ക്യാൻസർ വ്യാധിയെ പാർക്കലും പെരിയ വേദന. വേദന കൊണ്ട് നാക്ക് കടിച്ചു മുറിക്കും. വേദനയിനാല നാക്കை ആമേൻ കടിத்து காயப்படுத்துவார்கள். കോവിഡ് കാലത്ത് 10,000 മരിക്കുന്നു. കോവിഡ് നാட்களில் ആയിരക്കണക്കാன ജനങ്ങൾ മരിக்கிறார்கள். ഞാൻ തൊടുന്നില്ല, ഞാൻ അവകളെ சொல்லவில்லை. വെളിപ്പാട് 9 എഴുതിയിട്ടുണ്ട്. വെളിപ്പെടുത്തിന പുസ്തകം 9 എഴുതി இருக்கிறது. അക്കാലത്ത് മനുഷ്യൻ മരണം കാംക്ഷിക്കും. அந்த நாட்களில் மனுஷன் மரணத்தை விரும்புவான். മരണം കാണുകയില്ല, ஆனால் மரணத்தை பார்ப்பதில்லை. ഇത് ദുഷ്കാലമാകയാൽ, ഇത് പൊല്ലാத കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. നേരത്തെ ശരിയായി പ്രയോജനപ്പെടുത്ത വേണം. കരമുയർത്തിയാട്ടെ, എല്ലാവരും കരങ്ങളെ ഉയർത്തി. ലോകാരംഭം മുതൽ ആമേൻ ഉലകം ആരംഭിച്ചത് മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെയും സംഭവിക്കാത്ത, ഇനിമേൽ സംഭവിക്കാത്ത, ഇനിമേൽ സംഭവിയാതെ ഒരു വലിയ കഷ്ടം, ഒരു പെരിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. அந்த நாளில் ഉണ്ടാകും. ലൂക്കോസ് രേഖപ്പെടുത്തി, ലൂക്കാ ആമേൻ എഴുതി വെച്ചിരിக்கிறார். ആ ദിവസം ഒരു കെണി പോലെ, அந்த நாள் ഒരു കണ്ണിയെ പോലെ സർവ്വഭൂമിയിലും വന്നു. മുഴു ഭൂമിയിലെയും വരും. അമേരിക്കയിലെ ഓഹിയോ മുതൽ, അമേരിക്കാവിൽ ഓഹിയോ മുതൽ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ ഇത് വന്നു കഴിഞ്ഞു. കന്യാകുമാരി തേങ്ങാപട്ടണം വരേക്കും ഇത് ദൂരം ഇരിക്കുന്നു. മറവിൽ അവൻ കോവിഡ്ക്ക് പിന്നാൽ RTPC മാറ്റി, RTPC മാറി. ഇനി വരാൻ പോകുന്നത്, ഇനി വരപ്പോകുന്നത് മൃഗത്തിന്റെ മുദ്ര. മിരുഗത്തിന്റെ മുദ്ര. ഇന്ന് രാത്രി, ഇന്നത്തെ രാത്രിയിൽ രണ്ട് മുദ്ര ഒരു മനുഷ്യന്റെ കൈമേൽ വെക്കാൻ, ഒരു മനുഷ്യന്റെ കൈമേൽ വയ്ക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ ദേവൻ അനുവദിക്ക മാട്ടാ. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. നമുക്കുള്ള ഒരു മുദ്രയുണ്ട്. നാനോ ആണോ? അത് നാനോവാ? സിലിക്കോൺ ആണോ? അല്ല സിലിക്കോൺ മുദ്രയാ? മൈക്രോ ആണോ? അത് മൈക്രോവാ? DNA ആണോ? അത് DNA ആ? വായിക്കാം. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. നമുക്കുള്ള ഒരു മുദ്രയുണ്ട്. ധന്യനായ പൗലോസ്ലീഹ ചൊല്ലി, ആമേൻ, അപ്പോസ്തലനായ പൗൽ ചൊന്നതുപോലെ എഫേസ്യർ നിരുപം 4-ാം അധ്യായം 4ാമത് അധികാരം 30-ാമത് തിരുവെഴുത്ത് 30ാമത് വചനം. ചാപ്റ്റർ 4 വേഴ്സ് 30 വായിച്ചാട്ടെ. എഫേസ്യർ 4ാമത് അധികാരം അതിന്റെ 30ാമത് വചനം വായിച്ചാട്ടെ. அன்றியும் நீங்கள் மீட்கப்படும் நாளுக்கென்று முத்திரையாக பெற்ற தேவனுடைய பரிசுத்த ஆவியை துக்கப்படுத்தாதிருங்கள். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. தேவனுடைய பரிசுத்த ஆவியை நீங்கள் துக்கப்படுத்த கூடாது. അത് വീണ്ടെടുപ്പ് നാളിനായി
அது மீட்டெடுக்கப்படும் நாளுக்கென்று നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ உங்களை മുദ്രയിട്ടിരിക്കുന്നു. பரிசுத்த ஆவியினால முத்திரை போட்டிருக்கிறார். ഇന്ന് അരുമയാന അപ്പച്ച അമ്മച്ചി, எனக்கு அருமையான தகப்பனே தாயே, കുഞ്ഞുങ്ങളെ, தேவ பிள்ளைகளே, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, படிக்கிற தேவ பிள்ளைகளே, സാത്താന്റെ ചിപ്പ് നിങ്ങളിൽ വരുന്നതിന് മുമ്പിട്ട് சாத்தானுடைய சிப் உங்களில் வருகிறதற்கு முன்னால் നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. நமக்குள்ளே ஒரு சிப் இருக்கிறது. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല. அது நானோவோ சிலிக்கானோ கிடையாது. ആ ചിപ്പ് പെന്തക്കോസ് പെരുന്നാളിൽ அது பெந்தேகோஸ்தே நாளிலே ഉയരത്തിൽ നിന്ന് உன்னதத்தில் இருந்து താഴേക്ക് ഇറങ്ങി വന്ന கீழே இறங்கி வந்த പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ, பரிசுத்த ஆவியின் முத்திரை பெற்றவர்கள் മരണം കാണാതെ എടുക്കപ്പെടാറോ அவன் மரணத்தை ருசி பாராதபடி ഇപ്പോൾ எடுத்துக்கொள்ளப்படுவார்கள். അംശമായി കാണുന്നു, இப்பொழுது நிழலாட்டமாய் பார்க்கிறோம், അംശമായി പ്രവചിക്കുന്നു. நிழலாட்டமாய் பிரவேசிக்கிறோம். പൂർണ്ണമായി അത് വരുമ്പോ அவன் பொருளானது வெளிப்படும் ഓ, போது അംശമായത് നീങ്ങിപ്പോകും. அவன் குறைவு நிறைவானது வரும்போது കരമടിച്ച് குறைவானது ദൈവത്തെ மாறி போகும். ആരാധിച്ചാട്ടെ. கரங்களை தட்டி கர்த்தரை மகிமைப்படுத்தலாம். യേശു ஹalleluya. വരാൻ കാലമായി. യേശു വര കാലം ഇതാ സമീപമായിരിക്കുന്നു. ഞാൻ വേഗം വരുന്നു. இதோ நான் சீக்கிரமாய் வருகிறேன். ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം ஒவ்வொருவனுக்கும் அவனவனுடைய கிரியைகளுக்கு ஏற்றபடி പ്രതിഫലം കൊടുപ്പാൻ அவன் பலனளிக்கும்படி എന്റെ കൈവശമുണ്ട്. அவைகள் என்னிடத்தில் இருக்கிறது. ഇതാ അവൻ വരുന്നു. இதோ அவர் வருகிறார். മേഘാരൂഢനായി വരുന്നു. மேகங்கள் மீதில் வருகிறார். ഏത് കണ്ണും അവനെ കാണും. எல்லா கண்களும் அவரை காணும். അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. அவரை குத்தினவர்கள் அவரை நோக்கி பார்ப்பார்கள். ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. பூமியின் எல்லா கோத்திரங்களும் அவரை சொல்லி புலம்புவார்கள். നമ്മുടെ നാഥൻ വരാറാ. நம்முடைய நேசர் வர போகிறார். ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, நேற்றைக்கு ராத்திரியில் நான் சொன்னேன், ഇത് ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് இதை நான் உனக்கு செய்ய போகிறபடினால் ഇസ്രായേലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. இஸ்ரவேலே நீ உன் தேவனை சந்திக்கும்படி ஆயத்தப்படு. ഇന്ന് രാത്രി വീണ്ടും പറയുന്നു, இன்னைக்கு ராத்திரியில திரும்ப சொல்லுகிறேன், കോവിഡിന്റെ മറവിൽ கோவிடுக்கு பின்னால் RT-PCR മാറിയിട്ട് RT-PC எல்லாம் மாறிவிட்டு ഒരു ചിപ്പ് അല്ലെങ്കിൽ ഒരു മൈക്രോ നീഡിൽ പാച്ചുമായി அவன் சிப் அல்லது ஒரு மைக்ரோ நீடில் பேட்சோடு RNM-ന്റെ ടെക്നോളജിയുമായി அவன் RNM டெக்னாலஜியோடு 5G സാറ്റലൈറ്റിന്റെ മഹത്വത്തിൽ 5G സാറ്റലൈറ്റിனுடைய பயன்பாட்டில் ഉലകത്തിലെ മുഴുവനെയും உலகம் முழுவதையும் ഒരുവന്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ ஒருவனுடைய கரங்களில கொண்டு வர முயற்சி நடக்கும்போது ഡേറ്റ വാക്സിനിൽ കൊണ്ടുപോയവൻ உங்களுடைய டேட்டாஸ் எல்லாம் வேக்சின் மூலமாய் எடுக்கப்பட்டது போல രംഗപ്രവേശം ചെയ്യാൻ കാലമായി அவன் வெளிப்படும்படியான காலம் வந்திருக்கிறது. എന്നാൽ അവൻ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് ஆனால் அவன் இங்கே வெளிப்படுகிறதுக்கு முன்னால் നമ്മുടെ യേശു കർത്താവ് മധ്യാകാശത്തിൽ വരും. நம்முடைய இயேசு மத்தியவானத்தில் வருவார். കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ஆமென். കരങ്ങളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തலாம். കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. ഹല്ലേലൂയ. ആട്ടുകുട്ടിയാനുടെ കല്യാണ നാൾ വന്നത്. തന്റെ കാന്തയോ ആമേൻ. മണവാട്ടിയോ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. തന്നെ താൻ ആയത്തപ്പെടുത്തട്ടും. രാത്രി ഞാൻ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. എനിക്ക് എന്റെ പ്രസംഗത്തെ മുടിക്ക പോகிறேன். സത്യവചനം കേട്ടില്ലേ മക്കളെ? സത്യവചനത്തെ കേട്ടீங்களே தேவப்பிள்ளையே? കൂടുതൽ എന്ത് പ്രസംഗിക്കണം? இதற்கு அதிகமா இனி என்ன சொல்ல வேண்டும்? വിജ്ഞാനം കടച്ചിരിക്കുന്നത്, விஞ்ஞானத்தை சொல்லி இருக்கிறோம். സയൻസ് അറിഞ്ഞിരിക്കുന്നത്, ஆமென். சரித்திரத்தை சொல்லி இருக்கிறோம். ലോക സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത്, உலக சம்பவங்களை சொல்லி இருக்கிறோம். വെളിപ്പാട് മുഴുവൻ ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു. அவன் வெளிப்பாடு முழுவதையும் இன்றைக்கு சொல்லி இருக்கிறேன். ഇനിയും നീ മനം തിരിഞ്ഞിട്ടുണ്ടോ? இனியும் நீ மனம் திரும்பாமல் இருக்கிறாயோ? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ, எந்த மனுஷன் எப்படி நின்றாலும் ഈ ഒരു ശ്വാസം അത്രേ. ஒரு மூச்சு மட்டும்தான் அவனுக்கு. വെളിനാട്ടുക്ക് പോയ പിള്ളേമാർ എത്ര ഉണ്ട്? കരമുയർത്താം. വെളിനാട്ടുക്ക് எத்தனை பேருடைய பிள்ளைகள் அல்லது குடும்பங்கள் வெளிநாட்டுல இருக்கிறாங்க? അമേരിക്ക പോയ ആരെങ്കിലും ഉണ്ട്? കൈ ഉയർത്തിയാട്ട്, കൈ ഉയർത്തിയാട്ട്. அல்லது வெளிநாட்டுக்கு போயிருக்கிற யாராவது இருந்தா கையை தூக்குங்க பார்க்கலாம். ബ്രദർ കൈ ഉയർത്തിയാട്ട്. വേറെ ആരും പോയിട്ടില്ലയോ? ഗൾഫില് അമേരിക്ക പോയത് എല്ലാവരും പോകും. പ്രാർത്ഥിക്കാം, കോവിഡ് മാറുമ്പോ ഞാൻ കയറ്റിവിടാം. ஆமென். கோவிட் மாறும்போது எல்லாரையும் அனுப்பலாம், ஜெபிக்கலாம். அந்த ബ്രദർ ഗൾഫിക്ക് പോയി. அந்த சகோதரர் வெளிநாட்டுக்கு போனார். 7 കാര്യം ചെയ്തു. 7 காரியம் செய்வார். എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ஏர்போர்ட்ல போகும்போது നമ്പർ 1 അവൻ ഒരു ടിക്കറ്റ് കാണും. முதலாவது அவருக்கு ஒரு டிக்கெட் இருக்கும். 2 എയർലൈൻ കൗണ്ടറിൽ ബോർഡിംഗ് പാസ്. இரண்டாவது அந்த போர்டிங் பாஸ் இருக்கும். 3 ലഗേജ് ചെക്കിംഗ്. மூன்றாவது லக்கேஜ் செக்கிங் நடக்கும். 4 ഇമിഗ്രേഷൻ ക്ലിയർ. 4 இமிகிரேஷன் கிளியரன்ஸ். 5ാമത് അവന്റെ പാസ്പോർട്ട് ക്ലിയറൻസ്. 5வது அவருடைய பாஸ்போர்ட் கிளியரன்ஸ். 6 വിസ സ്റ്റാറ്റസ്. 6 விசா ஸ்டேட்டஸ் பார்ப்பார்கள். 7ാമത് ബോഡി ചെക്കിംഗ്. 7வது போர்டிங் செக்கிங் അത് நடக்கும். കഴിയുമ്പോൾ അവന്റെ ബോർഡിംഗ് പാസിൽ സീൽ കൊടുക്കും. அது முடியும் போது அவருடைய போர்டிங் பாஸ்ல சீல் வைப்பார்கள். അവൻ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാം. அவர் அந்த காத்திருக்க இடத்துல இருப்பார். ഡിസ്പ്ലേ കാണിക്കും. அவன் டிஸ்ப்ளேல கடந்து வரும். എയർ ഇന്ത്യ വിമാനം ஏர் இந்தியா விமானம் അരമണിക്കൂറിനകം அரை மணிக்கூருக்குள்ளால் തിരുവനന്തപുരത്ത് എത്തിച്ചേരും. திருவனந்தபுரத்துல வந்து சேரும். യാത്രക്കാർ, யாத்திரைக்காரர்கள், ഇമിഗ്രേഷൻ, ஆமென், இமிகிரேஷன், ബോർഡിംഗ് പാസ്, போர்டிங் பாஸ்,
ക്ലിയറൻസ്, இந்த கிளியரன்ஸ் எல்லாம் பாஸ்போர்ட் ഇതെടുത്ത് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറയും. இதெல்லாம் எடுத்து வெயிட்டிங் ஏரியாவில் இருக்க சொல்லுவார்கள். പ്ലെയിൻ വരും, ഡോർ തുറക്കാതെ, വാസൽ തുറക്കാமல், അരമണിക്കൂർ കഴിയുമ്പോൾ, അരമണിക്കൂർ താണ്ടുമ്പോൾ കോവണി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. நமக்காக ஒரு வாசல் அந்த இடத்துல இறங்கி வரும். ഒരു ലേഡി നിൽക്കുക, அங்கே ஒரு சகோதரி நிற்பாள். ബോർഡിംഗ് പാസ് സീൽ നോക്ക്, நம்முடைய போர்டிங் பாஸ்ல சீலை பார்ப்பார்கள். கம் டு தி சீட் B12. ஆமென் பிரதர், இந்த சீட்ல வந்து இருங்கள் என்று சொல்வார்கள். അതുപോലെ സ്വർഗീയ രാജ്യത്തിന്റെ കോവണി ഇറങ്ങി വരുമ്പോൾ, அதே போல பரலோகத்தினுடைய ஏணி இறங்கி வர போகிறது. 7 അടിസ്ഥാന ഉപദേശങ്ങൾ വേണം. 7 அடிப்படை உபதேசங்கள் வேண்டும். ഒന്നാമത്തേത് രക്ഷയുടെ ടിക്കറ്റ്, ஒன்றாவது ரட்சிப்பின் டிக்கெட் தேவை. അനുതാപത്തിന്റെ ബോർഡിംഗ് പാസ്, ஆமென் மனஸ்தாபம் என்கிற ஒரு போர்டிங் பாஸ் தேவை. മാനസാന്തരത്തിന്റെ ക്ലിയറിംഗ്, இன்னொன்று ஒரு மனம் திரும்புதல் ஒரு கிளியரிங் வேண்டும். സ്നാനത്തിന്റെ മുദ്ര, ஒரு ஞான ஸ்நானமாகிய முத்திரை. 5 കൂട്ടായ്മയുടെ സന്ദേശം, ஆமென் சபை ஐக்கியமாகிற ஒரு சந்தேஷம். തിരുമേശയിലുള്ള ആരാധന, ஆமென் இன்னொன்று கர்த்தருடைய பந்தியில் உள்ள ஒரு ஆராதனை. 7 പരിശുദ്ധാത്മ സ്നാനം, பரிசுத்த ஆவியானுடைய ஒரு நிறைவு. 7 അടിസ്ഥാന ഉപദേശം ഉള്ളവനെ ചേർക്കുവാൻ യേശു വരാറാ. 7 விதமான அடிப்படை உபதேசம் உள்ளவனை சேர்க்க கர்த்தர் வர போகிறார். കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമാ. பரலோகத்தின் வாசல்கள் நமக்கு இறங்கி வர நேரம் ദൈവത്തെ സ്തുതിച്ചാട്ടെ. கரங்களை ഉയർത്തി കർത്തരെ സ്തുതിக்கலாம். പാറയുടെ പിളർപ്പില്, കന്മലൈ വെടിപ്പിലും, കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, ശിഖരങ്ങളിലും തങ്കം പുറാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. உன்னுடைய முகத்தை நான் பார்க்கட்டும். ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. இன்னைக்கு பிரசங்கத்தை ராத்திரி முடிக்க போகிறேன். 2 പ്രാവിനെ യാഗപീഠത്തിൽ പുരോഹിതൻ കൊണ്ടുവരും. 2 புறாக்களை ஆசாரியன் பலி செலுத்த கொண்டு வருவார். പ്രാവിന്റെ കഴുത്തറക്ക്, ஒன்றுடைய கழுத்தை அறுப்பான். കൂട്ടുപ്രാവിന്റെ മുഖത്തേക്ക് രക്തം തെറിക്കും. ஆமென். இன்னொரு கூட இருக்கிற புறாவுடைய முகத்துல ரத்தம் தெளிக்கும். രക്തം തെറിച്ച പ്രാവിന്റെ കെട്ടഴിക്കും. அந்த ரத்தம் தெளித்த அந்த புறாவுடைய கட்டை அவிழ்த்து விடுவார். அது போக ஆரம்பிக்கும். பட்டணத்தில் அது இருக்காது. பாறைയുടെ പിളർപ്പില്, കന്മലൈ വെടിപ്പുകളിലും, കടുന്തൂക്കിലും ഇരിക്കും. ശിഖരങ്ങളിலே போய் தங்கும். കർത്താവിന് വേണ്ടി വചനമെടുത്ത അപ്പച്ച അമ്മച്ചി, കർത്തർക്കായി വചനത്തെ എടുത്ത തായേ തകപ്പനെ, മോനെ മോളെ, മകനെ മകളെ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിൽ, യാരുടെ മുഖത്തെ പാർക്കാവിട്ടാലും, കാൽവറിയിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തന്റെ മക്കളുടെ മുഖം കാണുവാൻ, കൽവാരി സിലുവൻ രക്തത്താൽ കഴുവപ്പെട്ട നമ്മുടെ പിള്ളേകളിன் മുഖത്തെ பார்க்கும்படி സ്വർഗീയ നാഥൻ വരാറാ. പരലോകത്തിൻ ദേവൻ വരപ്പോകുന്നു. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. കരങ്ങളെ തട്ടി കർത്തരെ ആരാധിക്കണം. നിനക്ക് മാർക്കിട്ടില്ലെങ്കിൽ, യാർ ഉനക്ക് മാർക്ക് പോടാവിട്ടാലും, നിനക്ക് ഡോക്ടറേറ്റ് തന്നില്ലെങ്കിൽ, യാർ ഉനക്ക് പട്ടം അളിക്കാവിട്ടാലും, നിനക്ക് PhD തന്നില്ലെങ്കിൽ, യാർ ഉനക്ക് PhD കൊടുക്കാവിട്ടാലും, രാത്രി പറ, എന്റെ മുഖം കാണുന്ന ഒരു സർവശക്തൻ. വിശ്വാസത്തോടെ ചൊല്ലുക, എൻ മുഖത്തെ പാർக்கிற ഒരു സർവവല്ലമുള്ളവനുണ്ട്. അന്ത്യദിനത്തിൽ എന്നെ ചേർക്കുവാൻ കാഹളനാദവുമായി വരാറാ. കടേസി നാളിൽ എന്നെ ചേർക്കുമ്പടി എക്കാള സത്തത്തോടെ കടന്നു വരുகிறார். കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി, ഗിലിയാദ് കൺവെൻഷൻ കൂട്ടത്തിന്റെ കടേസി രാത്രി, വരുവാനുള്ളവൻ വരും. വരപ്പോகிறவர் வருவார். അതിന് താമസമേറെയില്ല. அதற்கு കാലം സമീപമായിരിക്കുന്നു. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇതോ വാസലണ്ടയിൽ എന്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നോ, ഒരുവൻ എന്റെ ശബ്ദത്തെ കേട്ട് വാസலை திறந்தால், അവൻ എന്നോട് കൂടെ, ഞാൻ അവനോട് മത്താടം കഴിക്കും. ഞാൻ അവനോട് കൂടെ ഭോജനം பண்ணுவேன். സഹിഷ്ണുതയുടെ എൻ പൊറുമയെ കുറിച്ച് വചനം നീ കാത്തുകൊണ്ടതിനാൽ, ചൊല്ലപ്പെട്ട വചനത്തെ നീ കാത്തുകൊണ്ടതിനാൽ, ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന, അവൻ ഭൂമിയിലെങ്ങും വരപ്പോகிற പരീക്ഷാകാലത്ത്, സോദന കാലத்துக்கு ഞാനും നിന്നെ കാക്കും. ഞാൻ ഉന്നെ പാതുകാപ്പേൻ. ഞാൻ വേഗം വരുന്നു. ഇതോ ഞാൻ ശീഘ്രമായി വരുகிறேன். കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം, ഉൻ കിരീടത്തെ വേറെ ഒരുവൻ കൊണ്ടുപോകാതെപടി, കിരീടത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഉനക്കുള്ളதை ഉறுதிയായി പറ്റിക്കൊണ്ടിരു. യേശു വരാൻ കാലമാ. യേശു വര കാലം സമീപം. രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്നേക്ക് இரவுல നീ ആയത്തമോ? തായേ തകപ്പനെ, ചൂളമടി തുടങ്ങി. അവൻ എച്ചരിക്കை சத்தம் கேட்கிறது. ഓ ഹല്ലേലൂയ. കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമാ. ആമേൻ. പരലോകത്തിൽ വാസലുകൾ ഇറങ്ങി വരുகிறது. രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ള ദൈവമക്കളെ, രക്ഷിപ്പിൻ അനുഭവം ഉള്ള ദൈവപിള്ളയെ, സ്ലീപ്പർ ടിക്കറ്റ് ഉള്ള ദൈവമക്കളെ, ആമേൻ, രക്ഷിപ്പിൻ ടിക്കറ്റ് ഉള്ള ദൈവപിള്ളയെ, നിന്റെ മുമ്പിലേക്ക് സ്വർഗ്ഗത്തിന്റെ കമ്പാർട്ട്മെന്റ് ഇളകി വരാൻ കാലമാ. ഉനക്ക് മുന്നാലെ പരലോകത്തിൽ വാസലുകൾ ഇറങ്ങി വര കാലം വന്നിരിക്കുന്നത്. നിത്യരക്ഷ നീ നഷ്ടമാക്കരുത്. നിത്യരക്ഷിപ്പை നീ ഇളந்து போக கூடாது. യേശു വരാറാ. യേശു வரப்போகிறார். രാത്രി സന്ദേശത്തെ മുടിക്കുന്നത്. രാത്രി രണ്ട് വാർത്തയെ മുടിக்கிறேன். നിർത്താൻ പോകുന്നു. ഞാൻ നിർത്ത പോകുகிறேன். കോവിഡ് കാലം വളരെ പ്രതിസന്ധി. இந்த கோவிட் நாட்கள்ல மிகவும் பிரச்சனை. രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാவது உலக மகாயுத்தம். 5.5 கோடி பேர் மரிച്ചു. 5.5 கோடி பேர் மரித்தார்கள். ബ്രിട്ടനിലെ ഒരു സംഘടന, ബ്രിട്ടനിലെ ഒരു സംഘം, ഒരു 10,000 പൗണ്ട് ഒരു ഗിഫ്റ്റ്. ആമേൻ. 10,000 പൗണ്ട് ഒരു പരിസ്. അത് നല്ല പിക്ചർ വേണം. നല്ല ഒരു പടം തേവൈ. രണ്ട് പടം എല്ലാവരും പടം അയച്ചു.
അമിതമായ ഒരു പോട്ടി അറിയിക്കപ്പെട്ട പോது എല്ലാവരും പടത്തെ അனுப்பினார்கள். അതിനകത്ത് 10,000 പൗണ്ട്. அதற்கு பரிசு தொகை 10,000 பவுண்ட். அப்ப எல்லாரும் படம் அயച്ചു. எல்லாரும் படத்தை அனுப்பினார்கள். അതിനകത്ത് പള്ളി പോകുന്നത്, പൂ പിടിക്കുന്നത്, പിക്നിക് നടത്തുന്നത് എല്ലാം പടം இருக்குது പാസ്റ്റർ. ആലയത്തിലേക്ക് പോകുന്നത്, വരുகிறது, പിടിക്കുന്നത് എല്ലാ വിധமான പടങ്ങളും ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഒരു പടം അയച്ചു. ഒരു വാലിബൻ ഒരു പടം അനുപ്പിനാൻ. രണ്ട് ഭാഗം, രണ്ട് പകുതി. അറ്റ്ലാന്റിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, അതിന്റെ നടുവിൽ ഒരു പാറ, அதற்கு நடுவில் ஒரு பாறை, പാറയുടെ മേളിൽ കാക്ക, அந்த பாறைக்கு மேல ஒரு காகம். അവൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കൊടുത്തു ലോകമാകുന്ന ഗംഭീരവാരിധി. ஆமென். அவனுக்கு அந்த அட்லாண்டிக் சமுத்திரத்துக்கு அவன் பேர் கொடுத்தான் உலகமாகிற ஒரு பெரிய வாசல். പാറ ക്രിസ്തു, കന്മലൈ ക്രിസ്തു. പിന്നെ കാക്ക വിശ്വാസി, അവൻ കാകം വിശ്വാസി. രണ്ടാമത് വീണ്ടും, രണ്ടാമത് തിരുമ്പവും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തിര ഇളകുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തില് അവൻ അലയടിക്കുന്നത്. അതിന്റെ നടുവിൽ, அதற்கு நடுவில், ആ തിരയുൾ കൂടി, அந்த அலைகள் மத்தியில் ഒരു കൊച്ചുമീൻ, ஒரு சின்ன மீன் ഡോട്ടിട്ടിരിക്കുന്ന കാക്കയുടെ വായിലേക്ക്, ஆமென், அந்த காகத்தினுடைய வாயில போய் சேருகிறது. അവൻ എഴുതിയിരിക്കുന്നത് എന്താ? அவன் எழுதியிருக்கிறது என்ன? അറ്റ്ലാന്റിക് സമുദ്രം ഇളകിയാല്, அட்லாண்டிக் சமுத்திரம் அசைந்தாலும், ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന, கிறிஸ்துவாகிற கண்மலையின் மேல் இருக்கிற, കാക്കയാകുന്ന, കാകമാகிற വിശ്വാസിയുടെ വായ്ക്കകത്ത് ஒரு விசுவாசியுடைய வாயிலே ഒരു കൊച്ചുമീനിനെ കൊണ്ട് തരുവാ. ஒரு சின்ன மீனை கொண்டு சேர்க்கும்படி. കോവിഡ് കാലത്ത് ഗിലെയാദ് പറ, இந்த கோவிட் காலத்துல கிலியாத் சபை சொல்லுங்க, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, கூப்பிடுகிற കാക്കை കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം, കാട്ടിലെ മൃഗങ്ങൾക്ക് ഹല്ലേലൂയ അതിന്റെ ആഹാരത്തെ കൊടുക്കുന്ന ദൈവം, കാട്ടിൻ മൃഗങ്ങൾക്ക് അതിന് ആഹാരത്തെ കൊടുക്കുന്ന ദൈവം, മത്സ്യത്തിന് തീന കൊടുക്കുന്ന ദൈവം, ആമേൻ, എല്ലാ മീനുകൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവം, വയലിലെ ചെടിക്ക് പ്രകാശത്തെ കൊടുക്കുന്ന ദൈവം, വയലിലെ ഇരിക്കുന്ന ചിന്ന പൂച്ചെടികൾക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. ഈ കോവിഡ് കാലത്ത് എന്നെ കൈവിടില്ല. இந்த கோவிட் நாட்களில் கர்த்தர் என்னை கைவிடுவதில்லை. ലോക്ക്ഡൌൺ വരട്ടെ, ക്വാറന്റൈൻ വരട്ടെ, ഒമിക്രോൺ തരട്ടെ, ഒമിക്രോൺ വരട്ടെ. ഗിലെയാദിലുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പറയുന്ന ഒരു കുഞ്ഞു മീനിനെ എന്റെ ഭവനത്തിനകത്ത് കൊണ്ടുതരുവാൻ കരങ്ങളെ തട്ടി ഇന്ന് രാത്രി தேவப்பிள்ளை விசுவாசத்தோடு சொல்லுங்க, அதற்கு மத்தியிலேயும் சிறு மீன்களை என் வீட்டில் கொண்டு தரும்படி கர்த்தர் வல்லமையுள்ளவர். രാത്രി സർവശക്തൻ വന്നിട്ടുണ്ട്. இன்னைக்கு சர்வ வல்லமையுள்ளவர் வந்திருக்கிறார். രാത്രി ഒന്ന് സമർപ്പിക്കുക. இன்னைக்கு நாம் ஒப்பு கொடுப்போம். കർത്താവേ, ഞാനൊരു പാപിയാ. ஆண்டவரே, நான் ஒரு பாவி. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ஐயோ, நான் ரட்சிக்கப்படவில்லை. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ല. நான் மனம் திரும்பவில்லை. ഞാൻ അനുതപിച്ചിട്ടില്ല. நான் மனஸ்தாபப்படவில்லை. ഞാൻ സ്നാനമേറ്റില്ല. நான் ஞான ஸ்நானம் எடுக்கவில்லை. ഞാൻ കൂട്ടായ്മ ആചരിച്ചില്ല. நான் കൂട്ടത്തിലെ കലந்து അയ്യോ, കൊള്ളുവதில்லை. ഞാൻ തിരുമേശ എടുത്തില്ല. ஐயோ, நான் கர்த்தருடைய பந்தியில பங்கு எடுப்பதில்லை. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ല. நான் അഭിഷേകം பெற்றுக்கொள்ளவில்லை. കൈവിടരുതേ. ஆண்டவரே, என்னை கைவிடக்கூடாது. ആ വാതിൽ എനിക്ക് വേണ്ടി തുറന്നാട്ട് സ്വർഗമേ, பரலோகமே, எனக்கு அந்த வாசலை திறந்து தாரும். ഇന്ന് രാത്രി കടന്നു വരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? இன்னைக்கு அதற்காக கடந்து வர யாராவது ஆயத்தமாக உண்டா? അപ്പച്ചാമ്മച്ചി, നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നു. தாயே, தகப்பனே, உனக்காக வாசல் திறக்கப்பட்டிருக்கிறது. നിങ്ങളുടെ തലമേൽ കൈവെക്കണ്ട. யாரும் உங்கள் தலையில் கை வைக்க வேண்டாம். നിയമത്തിന്റെ പെട്ടകവുമായി ഉടൻപടിക്കൈ പെട്ടിയോട് നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മുടെ കർത്തർ കടന്നു വന്നിരിക്കുന്നു. അവന്റെ മുട്ടുന്ന സൗണ്ട് ഇന്ന് രാത്രി നിന്റെ ഹൃദയം കേൾക്കുന്നു. അവർ തട്ടുകിற சத்தம் உடைய இதயத்தில் கேட்கிறது. കടന്നു വരൂ, கடந்து வாருங்கள். ഇന്ന് ഗിലെയാദ് ഇസ്രായേൽകുടിയിൽ ആരെങ്കിലും, ഗിലെയാദ് ഇസ്രായേൽകുടി സഭയിലെ யாராவது, അഥവാ ഈ പട്ടണത്തിൽ ആരെങ്കിലും, அல்லது இந்த பட்டணத்திலே யாராவது ഇന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ, இன்று வரைக்கும் இயேசுவை பார்த்திருக்கவில்லை ഇന്ന് என்றால், രാത്രി കടന്നു വാ മക്കളെ. இன்னைக்கு ராத்திரி நீங்கள் கடந்து வரலாம். നിന്റെ മേൽ ആ കാൽവറി മല ഉയർന്നിരിക്കുന്നു. உனக்காக அந்த கல்வாரி மலை உயர்ந்திருக்கிறது. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഒഴുകുന്നു. இயேசுவின் இரத்தத்தின் வல்லமை இன்றைக்கு ராத்திரி வெளிப்படுகிறது. രാത്രി പറ, കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ. இன்னைக்கு ராத்திரி சொல்லுங்க, ஆண்டவரே, என்னை கழுவி சுத்திகரியும். എന്റെ വചനത്താൽ എന്നെ ഒന്ന് ഉറപ്പിക്കണമേ. உம்முடைய வசனத்தினால் என்னை உறுதிப்படுத்தும். ഞാനൊരു പാപിയാപ്പാ. ஆண்டவரே, நான் ஒரு பாவி. ஆண்டவரே, ഒടിയ പുത്രൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി വിളിച്ചു പറ, கெட்ட குமாரன் சொன்னது போல இந்த ராத்திரி கூப்பிட்டு சொல்லு, ഞാൻ അപ്പനോട് സ്വർഗത്തോട് പാപം ചെയ്തു. நான் தகப்பனுக்கு விரோதமாகவும் பரத்துக்கு விரோதமாகவும் ഇനി பாவம் നിന്റെ செய்தேன். മകൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല. இனி உம்முடைய மகன் என்று சொல்லப்பட பாத்திரன் அல்ல. അപ്പൻ അവനെ വാരിയെടുത്തു. தகப்பன் அவனை சேர்த்து கொண்டார். അവന്റെ കയ്യിൽ മോതിരമിട്ടു. அவனுடைய கையில மோதிரம் போட்டார். അവൻ അവന്റെ ചെരുപ്പിട്ടു. அவனுக்கு பாதரட்சை கொடுத்தார். ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, இதுவரைக்கும் ரட்சிக்கப்படாத யாராவது இருப்பீர்கள் என்றால், ഇന്ന് രാത്രി മടങ്ങി വാ. இன்னைக்கு ராத்திரி திரும்பி வாருங்க. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, இதுவே உனக்கு நல்ல நாட்கள். ഇതാകുന്ന രക്ഷാ ദിവസം. இதுதான் ரட்சணிய நாள். മറ്റൊരുത്തനിലും രക്ഷയില്ല. வேறு ஒருவரிலும் ரட்சிப்பில்லை. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ, ரட்சிக்கப்படுவதற்கு வானத்தின் கீழே, ഭൂമിക്ക് മുകളിൽ, பூமிக்கு மேலே, മനുഷ്യരുടെ ഇടയിൽ மனுஷருக்குள்ளே നൽകപ്പെട്ട ഏകനാമം
നാമം, അരുളപ്പെട്ടിരിക്കുന്ന ഒരേ നാമം, ഒന്നരയില്ല, ആമേൻ, ഒന്നര അല്ല, രണ്ടല്ല, രണ്ടുമല്ല, യേശുവിൻ നാമം, ഒരേ നാമം, യേശുവിൻ നാമം. എഴുന്നേൽക്കാം, എഴുമി നിൽக்கலாம். കുഞ്ഞുങ്ങളോട് ചേർന്ന്, தேவ பிள்ளைகளோடு சேர்ந்து, നാളെ യോഗമില്ല, நாளைக்கு கூட்டம் இல்ல, முடிவான ராத்திரி, இன்னைக்கு கடைசி ராத்திரி, അത്ഭുതത്തിൻ രാത്രി, அற்புதத்தின் ராத்திரி, അതിശയത്തിൻ രാത്രി, இது ஒரு அதிசயத்தின் ராத்திரி, വിടുതലിൻ രാത്രി, விடுதலையின் ராத்திரி. കുഞ്ഞുങ്ങളോട് ചേർന്ന്, தேவ பிள்ளைகளோடு சேர்ந்து, കരങ്ങളെ അസക്കി, கரங்களை தட்டி, ഇന്ന് രാത്രി ഉണർവോടെ இன்னைக்கு ஒரு எழுப்புதலோடு യേശു വരാറായി, இயேசு வரப்போகிறார். നാം ഒരുങ്ങാം, நாம் ஆயத்தப்படுவோம். ഗിലെയാദ് ഒരുങ്ങട്ടെ, கீலேயாத் சபை ஆயத்தமாகட்டும்.